ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സി ബിജുലാൽ, സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ സർ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വ്യാപാരി സുഹൃത്തുക്കളെ, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ കഴിഞ്ഞ 14 വർഷത്തോളമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഉദ്യോഗസ്ഥനാണ് ഞാൻ. എൻ്റെ സ്വദേശം കണ്ണൂരാണ്. കൂടുതലായിട്ടും വർക്ക് ചെയ്തിരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ആ ഘട്ടങ്ങളിലുണ്ടായിരുന്ന ഒരുപാട് പരിചിത മുഖങ്ങൾ ഇവിടെ കാണാൻ പറ്റി. പിന്നെ കാസർഗോഡ് 2 വർഷത്തോളം കൊറോണയുടെ ഒക്കെ പീരീഡിൽ കാസർഗോഡ് ആയിരുന്നു. കാസർഗോഡും സംഭവബഹുലമായ ഒരുപാട് അനുഭവങ്ങളാണ്. അവിടെ കൊറോണ ഷവർമ ഡെത്ത് ഉണ്ടായ ഒരു കാര്യം നിങ്ങളെല്ലാവരും കേരളം മുഴുവൻ അറിഞ്ഞതാണല്ലോ. ആ ഒരു സർക്കിളിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. ആ ഘട്ടങ്ങളിൽ നിങ്ങളുടെ വ്യാപാര മേഖലയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് കോടതി ഇടപെട്ട സമയങ്ങളിലൊക്കെ ഒരുപാട് പരിശോധനകളിലൊക്കെ പങ്കെടുക്കാനോ, നമുക്ക് നമ്മുടെ ഈ ഒരു സിസ്റ്റം മുന്നോട്ട് പോകുന്നത് നല്ല രീതിയിലാണ്, സുരക്ഷിത ഭക്ഷണമാണെന്ന് കൊടുക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താനും നിങ്ങളുടെയൊക്കെ സഹകരണത്തോടുകൂടി തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറയുന്നത്, ആ ഒരു സംഭവത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വീഴ്ചയാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ശിക്ഷാ നടപടിക്ക് പോലും വിധേയനാകേണ്ട വ്യക്തിയായിരുന്നു ഞാൻ. നിങ്ങൾക്കറിയാം, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചുരുങ്ങിയ സ്റ്റാഫിനെ വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണ്. അതായത് ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ഓഫീസറാണുള്ളത്. അതായത് ഒരു ഓഫീസർക്ക് പരിശോധിക്കാൻ വേണ്ടി 10,000-ഓളം വ്യാപാര സ്ഥാപനങ്ങൾ വരുന്നൊരവസ്ഥയുണ്ടായിരുന്നു കാസർഗോഡ്. ഞാൻ ഓർക്കുകയാണ്. ആ ഘട്ടത്തിൽ ഈ ഒരു ഷവർമ ഡെത്ത് നടന്ന സ്ഥാപനത്തിൽ ഓഫീസറായ ഞാൻ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ പരിശോധന നടത്തിയില്ല എന്നുള്ളതായിരുന്നു കോടതിയിൽ ഉദ്യോഗസ്ഥനെതിരെ ആരോപിച്ച കുറ്റം. അപ്പം നിങ്ങൾക്കറിയാം, അതായത് ഫുഡ് സേഫ്റ്റിയുടെ നിരന്തരം പരാതികളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് കോടതി നടപടികളും കഴിഞ്ഞ് ഓരോ സ്ഥാപനത്തിലും എത്തിച്ചേരുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് ശരിക്കും ഈ ഒരു സ്റ്റാഫ് വെച്ചിട്ട് അസാധ്യമായൊരു കാര്യമാണ്. എന്നിട്ട് പോലും നമ്മൾക്കന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റിയത്, നല്ല രീതിയിലാണെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റിയത് നിങ്ങളുടെയൊക്കെ സഹകരണത്തോടു കൂടെ ഇതുപോലുള്ള അവയർനെസ് ക്ലാസ്സുകളും പോസ്റ്റ് ട്രെയിനിങ്ങളൊക്കെ സംഘടിപ്പിച്ച് സുരക്ഷിത ഭക്ഷണമാണ് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നതെന്നും ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങളുടെ സംഘടനയുടെ പങ്ക് വളരെ വലുതാണെന്നാണ് ഞാൻ കാണുന്നത്. കാരണം എന്തെങ്കിലും ഒരു അവയർനെസ് ക്ലാസ് സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലൊരു പ്രശ്നം ഉണ്ടായാൽ, അതായത് പ്രശ്നക്കാരുണ്ടെങ്കിൽ അവരെ കൂടെ നിന്ന് അല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി, നമ്മുടെ നിയമത്തിൻ്റെ പരിധികളൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ ശിക്ഷാ നടപടികൾ, അപ്പോൾ അതിൽ നമ്മൾ മുൻകരുതൽ എടുക്കാത്തത് കൊണ്ടാണ് അപൂർവമായിട്ടെങ്കിലും ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സംഘർഷത്തിൻ്റെ പാതയിലേക്ക് പോകാതെ സൂക്ഷിക്കുന്നതിനും നിങ്ങളുടെ സംഘടന ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് കോഴിക്കോട്ടുള്ള എൻ്റെ ഒരു 10 വർഷത്തെ കാലഘട്ടത്തിൽ ഇന്നേ പോലും അവിടെ ഒരു സമരം നടക്കുകയോ, അതായത് ഓഫീസ് വളയുക, കാരണം അത്രയധികം നടപടികൾ നേരിട്ടുണ്ട് നിങ്ങൾ. എന്നിട്ട് പോലും അത് സംഭവിക്കാതിരിക്കുന്നത് നിങ്ങളുടെ സംഘടനയുടെ ഒരു നല്ലൊരു പ്രവർത്തനം കൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാമെന്ന് തോന്നുന്നു. വലിയൊരു പ്രസംഗമോ ക്ലാസ്സോ ഒന്നും എടുത്ത് പരിചയമുള്ള ഒരാളല്ല. എന്നിരുന്നാലും ഈ ഫുഡ് സേഫ്റ്റിയിൽ വർക്ക് ചെയ്ത സമയത്തുണ്ടായിരുന്ന അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് പുതിയ ഇൻഫർമേഷൻസ്, അതായത് ഫുഡ് സേഫ്റ്റിയിൽ അനുദിനം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ച് ചില സൂചനകൾ തരിക എന്നിവയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ഈ ആക്ടിനെ കുറിച്ച് തന്നെ പറയാം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് നിലവിൽ വന്നത് 2006 ആക്ടാണെങ്കിലും 2011 ആഗസ്റ്റ് 5-നാണ് നമ്മുടെ റൂളുകൾ നടപ്പിലാക്കി തുടങ്ങിയത്, അറിയാലോ. അപ്പോൾ അത് വരുന്നതിന് മുന്നേ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നത് PFA ആക്ട് ആയിരുന്നു, പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട്. അത് പ്രകാരമുള്ള ലൈസൻസ് കൊടുത്തിരുന്നത് ലോക്കൽ ബോഡീസ് ആയിരുന്നു. അതായത് ട്രേഡ് ലൈസൻസിൻ്റെ കൂടെ PFAയുടെ 6 രൂപ 12 രൂപയൊക്കെ ഫീസ് അടിച്ചിട്ടുള്ളൊരു ലൈസൻസ് വാങ്ങിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ബിസിനസ്സുകാർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാം. അതായത് ഫുഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രത്യേക ഒരു സംവിധാനമില്ല. നിലവിലുള്ള ട്രേഡ് ലൈസൻസ് നൽകുന്ന ഓഫീസർമാർ തന്നെ
ഫുഡിൻ്റെ ലൈസൻസ് നൽകുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ ഘട്ടത്തിലും ഫുഡ് ഇൻസ്പെക്ടർമാരുണ്ടായിരുന്നു. പിന്നീടാണ് ഫുഡ് സേഫ്റ്റി വന്നപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നുള്ള ഡെസിഗ്നേഷൻ വന്നത്. അതിനു മുന്നേ നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് ഫുഡ് ഇൻസ്പെക്ടർമാർ അധികം കടന്നു വന്നിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ സർവീസിൽ വരുന്നത് 2011, അതായത് PFA ആക്ട് അവസാനിക്കുന്ന ഘട്ടത്തിലാണ്. അപ്പം ഫുഡ് സേഫ്റ്റി ആക്ട് നിലവിൽ വന്ന്, അതായത് ചട്ടങ്ങളൊക്കെ നടപ്പിലാക്കി തുടങ്ങി 2011 ആഗസ്റ്റ് 5 ശേഷമാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ ഹോട്ടൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളിലേക്ക് വരുന്നത്. അതിനു മുന്നേ സാമ്പിൾ എടുക്കുക, പലചരക്ക് കടകളിലും ഡിസ്ട്രിബ്യൂട്ടർമാർ, കമ്പനികൾ, അത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് സാമ്പിൾ മാത്രം ശേഖരിച്ച് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്ന ഒരുതരം ഇൻസ്പെക്ടർ രാജ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു കൾച്ചറായിരുന്നു നിലവിലുണ്ടായിരുന്നത്. പക്ഷേ 2011 നിയമം നടപ്പിലാക്കിയ ആദ്യ ഘട്ടങ്ങളിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് ഇൻസ്പെക്ടർ രാജ് എന്നുള്ള മാറി, അതായത് ഈ ഇൻഡസ്ട്രിയെ കൂടെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് സ്വയം സേഫ്റ്റിയിലേക്ക് വരിക, അതായത് സെൽഫ് കംപ്ലയൻസ്, അതിനും കൂടെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഡിപ്പാർട്ട്മെൻറ്റേത് എന്നായിരുന്നു. അതായത് ആക്ട് നിലവിൽ വന്ന് നമ്മുടെ ശിക്ഷാ നടപടികൾ എടുക്കുന്നത് വർഷങ്ങളോളം നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ബോധവൽക്കരിക്കാൻ വേണ്ടി, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സംഘടനയൊക്കെ ആദ്യഘട്ടങ്ങളിൽ അവയർനെസ് നടത്തിയ സർട്ടിഫിക്കറ്റൊക്കെ വിതരണം ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നു. അങ്ങനെ 2013 അവസാന ഘട്ടത്തിൽ മാത്രമാണ് നമ്മൾ കോടതി നടപടിയിലേക്ക് പോയിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ലൈസൻസൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, എഴുതി തന്നിരുന്നായിരുന്നു. നമ്മുടെ നാട്ടിൽ ഈ ഓഫീസ് സംവിധാനം നിലവിൽ വരുന്നതിൻ്റെ വളരെ മുന്നേ തന്നെ നമ്മുടെ 2014 അവസാനം തന്നെ FSI മുഴുവനും ഓൺലൈൻ വഴിയുള്ള സംവിധാനത്തിൽ ലൈസൻസ് കൊടുക്കുന്നത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം സ്റ്റാഫിൻ്റെ എണ്ണം കുറവാണെങ്കിലും വ്യാപാരികൾക്ക് ലൈസൻസിന് വേണ്ടി ഓഫീസിൽ കാത്തു കിടക്കുക, അല്ലെങ്കിൽ വല്ല ഏജൻറ്റുമാരെ സമീപിച്ച് ഈ ലൈസൻസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ഈ ഓഫീസ് സംവിധാനം, അതായത് FSIയുടെ ഓൺലൈൻ പോർട്ടൽ വന്നതുകൊണ്ട് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ലൈസൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഹോട്ടൽ മേഖലയിൽ, ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റാർ ഹോട്ടൽ കൂട്ടത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, പെറ്റി റീറ്റെയിലർ ഓഫ് സ്നാക്സ് എന്നുള്ള കാറ്റഗറി ആയിരിക്കും നിങ്ങൾ. ഞാൻ ക്രമത്തിൽ പറഞ്ഞു പോകാം. നമ്മുടെ ആദ്യമായിട്ടൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ ലൈസൻസ് ആണല്ലോ വേണ്ടത്. ഫുഡ് സേഫ്റ്റി നിയമപ്രകാരം ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ബിസിനസ് ആരംഭിക്കാൻ പാടുള്ളൂ. അപ്പം ലൈസൻസ് പിന്നീട് എടുക്കാമെന്ന് കരുതി ബുദ്ധിമുട്ടിലായ പല ആളുകളുണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ. പക്ഷേ ഇപ്പം എന്താ കഴിഞ്ഞാൽ ഹോട്ടൽ മേഖലയിൽ അതില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പം FSIയുടെ ലൈസൻസിൽ നിങ്ങൾ ഉൾപ്പെടുന്ന കാറ്റഗറി ഏതാണ്? പലരും തെറ്റിച്ച് തരാറുണ്ട്. അതായത് ഫുഡ് സർവീസ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കാറ്റഗറി പ്രകാരം, നേരത്തെ റീറ്റെയിലർ കാറ്റഗറിയിൽ അപേക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ ഉൾപ്പെടുന്ന വ്യാപാരി സമൂഹത്തിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത്, അതായത് കൈൻഡ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ഫുഡ് സർവീസാണ്. അതിൽ തന്നെ സബ് വിഭാഗമുണ്ട്. പലരും ഹോട്ടലിൽ നിന്ന് കൊടുക്കാറുണ്ട്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ബോർഡ് വെക്കുമെങ്കിലും സാങ്കേതികമായിട്ട് ഹോട്ടൽ ഉദ്ദേശിക്കുന്നത് 6 മുറികളെങ്കിലും താമസിക്കാൻ വേണ്ടി വാടക കൊടുക്കാനുള്ള കാറ്റഗറിയാണ് ഹോട്ടൽ ഉൾപ്പെടുന്നത്. ഹോട്ടലിൻ്റെ സബ് കാറ്റഗറിയിലാണ് സ്റ്റാർ ഹോട്ടൽ, സ്റ്റാർ പരുത്തവിയില്ല, 3 സ്റ്റാറിന് താഴെയുള്ള ഹോട്ടലുകൾക്ക്, അതായത് സ്റ്റേ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആ കാറ്റഗറി സെലക്ട് ചെയ്യേണ്ടതുള്ളൂ. ഫീയുടെ കാര്യത്തിൽ ഒന്ന് തന്നെയായിരിക്കും, പക്ഷേ ഇനി അങ്ങോട്ടത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. സ്റ്റേ ഫെസിലിറ്റി ഇല്ലാത്ത ആളുകൾ റെസ്റ്റോറൻറ്റ്, അതായത് ഫുഡ് സർവീസ് റെസ്റ്റോറൻറ്റ് കാറ്റഗറിയാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. പിന്നെ ഫുഡ് സർവീസിന് തന്നെ ഉപവിഭാഗങ്ങളും മറ്റു പലതുണ്ട്, ക്ലബ്ബ്, ക്യാൻറ്റീന്, അതൊക്കെ വിടുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കറക്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഫുഡ് സർവീസ് റെസ്റ്റോറൻ്റ് ആയിരിക്കും മിക്കവർക്കും. അല്ലാതെ സ്റ്റേ ഫെസിലിറ്റി കൂടെ ഉള്ളവർ ഹോട്ടൽ എന്നുള്ള സെലക്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസിൻ്റെ ഫീ അറിയാലോ. അതായത് നമ്മുടെ സ്റ്റാർ ഗണത്തിലുള്ളത് 3 and 4 സ്റ്റാർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലൈസൻസിൽ പെടുന്നത് തന്നെ 5000 രൂപയാണ്. അതിൽ തന്നെ പലരും തെറ്റിദ്ധരിച്ചിട്ട് 2000 അടച്ചിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂരെങ്കിൽ എനിക്ക് കുറേ പേർക്ക് നോട്ടീസ് അയക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. അപ്പം അല്ലാത്തവരൊക്കെ 12 ലക്ഷത്തിൻ്റെ താഴെ വിറ്റ് വരെ ഉള്ളവർ, നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ദിവസം 4000, 5000 ഒക്കെ കച്ചവടമുള്ള ആളുകൾക്ക് ഒരു മാസം 1 ലക്ഷം കച്ചവടം, ഒരു വർഷം 12 ലക്ഷം കടക്കും എന്നുള്ള അർത്ഥത്തിലാണ് ലൈസൻസ് കാറ്റഗറിയിൽ നമ്മൾ 2000 രൂപ അടിച്ചിട്ട് ലൈസൻസിന് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഒരു ലൈസൻസിന് അപേക്ഷിക്കാൻ വേണ്ടി ആദ്യഘട്ടങ്ങളിൽ നമ്മുടെ ഫുഡ് സേഫ്റ്റിയുടെ
റെഗുലേഷൻ പലരും കണ്ടിട്ടുണ്ടാവും. ഫുഡ് ലൈസൻസിങ് റെഗുലേഷനിൽ 20ഓളം രേഖകളൊക്കെ ആയിരുന്നു നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്, എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്റ്റേറ്റിലൊക്കെ അത്രയധികം രേഖകൾ കമ്പൽസറി വാങ്ങിച്ചിരുന്നില്ല. എന്നിരുന്നാലും അടുത്ത കാലത്ത് 2021 ശേഷം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് രേഖകളുടെ എണ്ണം ഗണ്യമായി കുറച്ചിട്ടുണ്ട്. നേരത്തെ NOC ഫ്രം ലോക്കൽ ബോഡീസ് ഉൾപ്പെടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അത്തരം കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മിനിമം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ്, ഫുഡ് സർവീസ് റെസ്റ്റോറൻറ്റ് സ്ഥാപനത്തിനാണെങ്കിൽ അതിനെ അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഓണർഷിപ്പിൻ്റെ കാര്യം, അതായത് സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ് ടാക്സ് റെസീറ്റ് മാത്രം മതിയാവും അതിന് പ്രൂഫിന്. പിന്നീട് നമ്മുടെ ID പ്രൂഫ്, സിംഗിൾ ഓണർഷിപ്പിൽ നടത്തുന്ന സ്ഥാപനം പ്രൊപ്പറേറ്റർ ആയിരിക്കും, അപ്പോൾ അതിന് പ്രൊപ്പറേറ്ററുടെ ID പ്രൂഫ് വെക്കുക. പിന്നെ അടിയന്തരമായിട്ട് വേണ്ട കുടിവെള്ളം വാട്ടർ അതോറിറ്റി സപ്ലൈ ചെയ്യുന്നതാണ്, അതിന് പ്രൂഫ് വെച്ച് മതി. അല്ലാത്തവർ കുടിവെള്ളം പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട്. പിന്നെ പ്രൊപ്പറേറ്റർഷിപ്പ്, ഒറ്റയ്ക്ക് ഒരാളാണെങ്കിൽ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ഒരു ഡിക്ലറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടതുള്ളൂ. മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ അപേക്ഷ കൊടുക്കുമ്പോൾ മറ്റ് ഫീൽഡൊന്നും ആക്റ്റീവായിട്ട് വരുന്ന പോലുമില്ല. അഡീഷണൽ ഡോക്യുമെൻ്റായിട്ടുള്ള കാര്യങ്ങൾ വയ്ക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർ ഹോട്ടലൊക്കെ ആണെങ്കിൽ അവരെ സ്റ്റാർ സർട്ടിഫിക്കേഷൻ, അതുപോലുള്ള ഓഡിറ്റ് നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളായിട്ട് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 2000 രൂപ അടക്കുന്ന ലൈസൻസ് കാറ്റഗറിയുള്ളവർക്ക് ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ മിക്കവാറും എല്ലാ ജില്ലയിലും ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്, കൂടിയാലും 3 ആഴ്ച. നമ്മൾക്ക് ശരിക്കും ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 2 മാസം വരെ പ്രോസസ്സിങ് ടൈം നിയമം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളൊരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ആ ഒരു പീരീഡ് കണക്കാക്കി വേണം അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി. മിക്കവാറും ആളുകൾ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് അപ്പോൾ വല്ല ഓഫീസർമാർ ചോദിക്കും ലൈസൻസ് എടുത്തിരുന്നു, അയ്യോ എടുത്തില്ലല്ലോ, അപ്പോൾ അന്ന് വന്ന് അപേക്ഷ കൊടുത്ത് ടെൻഷനായി. പിന്നെ അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് പോകാൻ പാടില്ല. നമ്മൾക്ക് കട തുടങ്ങുകയാണെങ്കിൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് റെഗുലേഷൻ, ലൈസൻസിങ് റെഗുലേഷനിൽ ലൈസൻസ് കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം, നിർബന്ധമാണ്. അല്ലാതിരുന്നാൽ അതിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ ഞാൻ അവസാനം സൂചിപ്പിക്കാമെന്ന് വിചാരിച്ചാണ്. എന്നാൽ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട് അത് മാത്രം പറയാം. 2023 രാജ്യത്ത് പല നിയമങ്ങളിലും ഡീക്രിമിനലൈസേഷൻ, അതായത് ക്രിമിനൽ കേസുകൾ പിഴയടച്ച് തീർപ്പാകുന്ന സെക്ഷനിലേക്ക് മാറിയപ്പോൾ ലൈസൻസ് ഇല്ലാത്ത ബിസിനസ് തടവ് ശിക്ഷ ഒഴിവാക്കി ക്രിമിനൽ കേസല്ലാതെ സിവിൽ കേസായിട്ട്, അഡ്ജുഡിക്കേഷൻ കേസായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ 6 മാസം വരെ തടവ് ശിക്ഷയും 5 ലക്ഷം വരെ പിഴയുമായിരുന്നു ലൈസൻസ് ഇല്ലാത്ത ബിസിനസ് ചെയ്താൽ. ഇപ്പോഴത് 10 ലക്ഷം വരെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ സ്റ്റേറ്റിൽ 10 ലക്ഷമൊന്നും ആർക്കും അങ്ങനെ വിധിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ ആരും തന്നെ ഈ ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രം ഒരു കേസ് ഫയൽ ചെയ്യുന്നത് അപൂർവമായിട്ടേ ഉണ്ടാവുകയുള്ളൂ. എന്തെങ്കിലും ഒരു ഫുഡ് പോയ്സണിങ് കേസ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു കുറ്റങ്ങൾ കൂടെ വരുമ്പോൾ മാത്രമാണ് അതിലേക്ക് കിടക്കുന്നത്. അല്ലാത്തൊരു ഘട്ടങ്ങളിലൊക്കെ അവർ സന്ദർഭത്തിനനുസരിച്ചിട്ട്, അതായത് നിങ്ങളുടെ അഡ്വൈസ് ചെയ്ത് എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കാനൊക്കെ ഉപദേശിക്കുന്ന പതിവാണ് മിക്കവരും ചെയ്യുന്നത്. ഇതിൽ എക്സെപ്ഷൻ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് പറയാൻ പറ്റും, ഞാൻ ഇവിടെ 4 മാസമായിട്ട് ചാർജ് എടുത്തിട്ട് ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രം ഉടനെ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ ഓഫീസർമാർക്കും ആ രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസൊക്കെ കൊടുക്കാനുള്ളൊരു നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. ലൈസൻസിൻ്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പം നമ്മളൊരു സ്ഥാപനം ആരംഭിച്ച് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഫുഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിലേക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ലൈസൻസും മറ്റു കാര്യങ്ങളൊക്കെ അനുബന്ധമായിട്ട് എടുക്കേണ്ടി വരും. അതായത് കോർപ്പറേഷൻ ലൈസൻസ് കാര്യങ്ങൾ, പിന്നെ പൊല്യൂഷൻ കൺട്രോൾ വിടുവാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പാലിച്ചതിന് ശേഷം ഫുഡ് സേഫ്റ്റി ലൈസൻസ് അത് കരസ്ഥമാക്കിയാൽ മാത്രമേ നിങ്ങൾ ഷട്ടർ ഓൺ ചെയ്തൊരു സെയിൽ നടത്താൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലരും ട്രേഡ് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എല്ലാം ആയി, മറ്റത് സാവധാനം എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു മാക്സിമം പണിഷ്മെൻറ്റായ 10 ലക്ഷം എന്നുള്ളതാണെങ്കിൽ ഒരു കേസ് നടപടി നേരിടേണ്ട ഒരവസ്ഥ നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മളൊരു ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മുടെ ഒരു ഓഫീസർ പരിശോധനയ്ക്ക് വരുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഓരോരുത്തരൊന്ന് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഓടിച്ചു പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ പ്രസൻറ്റേഷൻ ഇല്ലാതെ നമ്മുടെ മാനസികമായിട്ട് ആ ഒരു അവസ്ഥയിലേക്ക് സങ്കല്പിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ പറ്റും. അതായത് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ പരിശോധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കുന്നത് എന്താണ്? ലൈസൻസ് പ്രദർശിപ്പിച്ചിട്ടുണ്ടോ. അപ്പോൾ ചില ആളുകൾ ലൈസൻസ് എടുത്തിട്ടുണ്ടാവും, മുതലാളിയുടെ കയ്യിലായിരിക്കും, മേശയിൽ വെച്ച് പൂട്ടിപ്പോയിട്ടുണ്ട്.
അപ്പോൾ ഓഫീസർക്ക് ഫസ്റ്റ് തന്നെ ഒരു ഇമ്പ്രഷൻ എന്താണ്, ഇത് ലൈസൻസ് എടുത്ത് രേഖകളൊക്കെ ഉള്ള സ്ഥാപനമാണെങ്കിലും അതുണ്ടാവില്ല, വെറുതെ പറയുന്നതായിരിക്കും എന്നുള്ള സങ്കല്പത്തിൽ പിന്നെ അവിടെ കാണുന്ന കുറ്റങ്ങളൊക്കെ മിക്കവാറും മുഴുവനായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു പ്രവണത ഉണ്ടാവും. അതായത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് കാര്യങ്ങൾ ലൈസൻസ് കണ്ടീഷനിൽ ആദ്യം പറയുന്നത് എന്താണ്, നമ്മുടെ ലൈസൻസ് എടുത്തിരിക്കണം, അത് പ്രദർശിപ്പിക്കണം, അതിൻ്റെ കോപ്പി സ്ഥാപനത്തിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ, അതായത് പ്രധാനപ്പെട്ട സ്ഥലത്ത് പബ്ലിക്കിനും കാണുന്ന രീതിയിൽ ഇത് പ്രദർശിപ്പിക്കണം. എന്നാൽ നമ്മുടെ സ്ഥാപനത്തിനെതിരെ ഒരാൾക്ക് പരാതിപ്പെടണം, ഇനി അതെല്ലാം നല്ലൊരു ഒപ്പീനിയൻ എഴുതണം, നിങ്ങളുടെ സ്ഥാപനം നല്ല ഭക്ഷണമെന്നൊക്കെ. അപ്പോൾ അവരതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങളെ പറ്റിയിട്ട് ഇന്നേ ലൈസൻസ് നമ്പർ, അപ്പോൾ നല്ല ഫുഡായിരുന്നൊക്കെ ഒപ്പീനിയൻ എഴുതാനും ഇത് ഉപകരിക്കും, ഈ പരാതി പറയാൻ വേണ്ടി മാത്രമല്ല. പിന്നെ ഒരു കാര്യമാണ്, ഫുഡ് സേഫ്റ്റി ഓഫീസർ നോക്കുന്നത് നിങ്ങൾ ടോൾ ഫ്രീ നമ്പർ പ്രദർശിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നതായിരിക്കും. പിന്നീട് പരിശോധിക്കുന്ന ഡോക്യുമെൻറ്റിൽ പിന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അവിടെ ഉപയോഗിക്കുന്ന കുടിവെള്ളം. അതായത് കുടിവെള്ളം കിണർ വെള്ളമോ അല്ലെങ്കിൽ ബോർവെൽ അതുപോലെയാണെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ട് നോക്കുന്നതായിരിക്കും. ഇനി അതല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി കണക്ഷനാണ്, അതായത് മുഴുവൻ കുടിവെള്ളത്തിനും വാട്ടർ അതോറിറ്റി തന്നെയാണെന്ന് തെളിയിക്കാൻ പറ്റണം. അല്ലാതെ വാട്ടർ അതോറിറ്റി കണക്ഷൻ എടുക്കുക, പുറകിലൊരു കിണർ വെച്ചിട്ട് അതിൽ വെള്ളം ശുദ്ധമല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടില്ല. അതായത് കുടിവെള്ളം പരിശോധിച്ചിട്ട് ഉള്ള തൃപ്തികരമായ റിപ്പോർട്ട്, അതിൻ്റെ ഒരു ഇടവേള അറിയുമോ പലർക്കും? 6 മാസം, വർഷത്തിൽ 2 തവണ പരിശോധിച്ച് എന്നുള്ളതാണ് പറയുന്നത്. 6 മാസത്തിനകം പരിശോധിച്ച റിപ്പോർട്ട്. ആ ഒരു കുടിവെള്ളം പരിശോധിച്ചിട്ട് ഗുണനിലവാരം എന്തായിരിക്കണം, IS സ്റ്റാൻഡേർഡ് പാലിക്കുന്നതായിരിക്കണം. പോർട്ടബിൾ വാട്ടറിന് രാജ്യത്തുള്ള ഒരു സംവിധാനമുണ്ട്, ആ ഒരു സ്റ്റാൻഡേർഡ് പാലിക്കുന്നതായിരിക്കണം. ഇത് സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങളും പ്രശ്നങ്ങളും വരാറുണ്ട്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഈ ഫുഡ് സേഫ്റ്റിയുടെ ലാബുകൾ വളരെ കുറവാണ്. നിങ്ങൾക്കറിയാം, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം, പിന്നെ പത്തനംതിട്ട ഒരു ലാബുണ്ട്, പിന്നെ കണ്ണൂർ ഒരു ലാബ് ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മുന്നിൽ വാട്ടർ അതോറിറ്റി ലാബുകളാണ്. അപ്പോൾ NABL അക്രഡിറ്റഡ് ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും വെള്ളത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് ഇന്നത്തെ അവസ്ഥയിൽ നടക്കുന്ന കാര്യമില്ല. അപ്പം നമ്മുടെ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കണ്ടീഷനിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ലാബ് എന്നുള്ളൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. പക്ഷേ പല അപ്രൂവ് എന്ന് ഹെഡിങ് എഴുതിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരും ഈ ഒരു IS സ്റ്റാൻഡേർഡിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ നോക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ തൃശ്ശൂരിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ പ്രൈവറ്റ് ലാബുള്ള റിപ്പോർട്ട് അപേക്ഷൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാലും ഞാൻ പാസ്സാക്കി കൊടുക്കാറുണ്ട്. കാരണം ലൈസൻസ് കിട്ടിയിട്ട് വേണമല്ലോ നിങ്ങൾക്കൊരു സ്ഥാപനം തുടങ്ങാൻ. പിന്നീട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് NABL ലാബിലേക്ക് എടുക്കാനുള്ളൊരു അവസരമുണ്ട്. അതായത് പരിശോധനയ്ക്ക് വരുന്ന ഓഫീസർ ഫസ്റ്റ് നോട്ടീസ് എന്തായാലും തന്നിരിക്കും. മുഴുവൻ പാരാമീറ്റേഴ്സ് ടെസ്റ്റ് ചെയ്യാത്ത റിപ്പോർട്ടാണെങ്കിൽ അടുത്ത തവണ വാട്ടർ അതോറിറ്റി ടെസ്റ്റ് ചെയ്യാനൊക്കെ ഒരു ഡയറക്ഷൻ തന്നിരിക്കും. അപ്പോൾ ലൈസൻസ് തടയാൻ അതൊരു കാരണമാക്കി വെക്കുന്നില്ല ഞാൻ തൃശ്ശൂർ. മറ്റ് ജില്ലകളിലെ അവസ്ഥ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അക്രഡിറ്റേഷനുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ പലരും വെക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ചില സ്കൂളുകളിലൊക്കെ സർട്ടിഫൈഡ് ലാബ് എന്നുള്ളതൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് തൃപ്തികരമായൊരു ടെസ്റ്റ് റിപ്പോർട്ട്, ലാബ് റിപ്പോർട്ട് കുടിവെള്ളത്തിൻ്റെ ആവശ്യമാണ്. പിന്നീട് വേണ്ട ഒരു കാര്യമാണ് എത്ര ജീവനക്കാർ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നോക്കണം. പലരും ചെയ്യുന്ന കാര്യമുണ്ട്, ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഓണറുടെ പേരിലൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്? ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന, ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവരാണ് മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവേണ്ടത്. അത് മെഡിക്കൽ പ്രാക്ടീഷണർ മാത്രമാണ് നിയമത്തിൽ പറയുന്നത്. ഗവൺമെൻറ് ഡോക്ടർ വേണമെന്നോ അങ്ങനെയൊന്നും ഞങ്ങൾ നിഷ്കർഷിക്കുന്ന നിയമത്തിൽ പറയുന്നില്ല. ഇപ്പം കോർപ്പറേഷൻ ഏരിയയിലൊക്കെയാണ് കോർപ്പറേഷൻ HO തന്നെ മെഡിക്കൽ കൊടുക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. അപ്പം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കാലാവധി 1 വർഷമാണ് കാലാവധി. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമുണ്ട്, ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് പലതിലും ഡേറ്റൊക്കെ രേഖപ്പെടുത്താതെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശരിയായ രീതിയിൽ പരിശോധന നടത്തി എടുത്തായിരിക്കും. ഡോക്ടർ തിരക്കിലോ അല്ലെങ്കിൽ പൂരിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ ക്ലർക്കിന് കൊടുത്തിട്ടോ അങ്ങനെ വല്ലതും പറ്റുന്നതാണെന്നറിയില്ല. ഒരു ഡേറ്റും രേഖപ്പെടുത്താത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് ഇരിക്കുന്ന ആളുകളെ കാണാറുണ്ട്. അപ്പോൾ അത് ഇല്ലാത്തതിന് തുല്യമായിട്ട് കണക്കാക്കേണ്ട അവസ്ഥ വരും. എന്നിരുന്നാലും അനുകൂലമായ നടപടിയാണ് സാധാരണ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാലിഡായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം, വാലിഡായിട്ടുള്ള വാട്ടർ ടെസ്റ്റ് റിപ്പോർട്ട് സ്ഥാപനത്തിലുണ്ടായിരിക്കണം. പിന്നീട് ഒരു പുതിയ കാര്യം കൂടെ വരാൻ പോകുന്നതാണ് നമ്മുടെ ഫോസ്റ്റാക്ക് സർട്ടിഫിക്കറ്റ്. അല്ലേ, ഫോസ്റ്റാക്ക് ട്രെയിനിങ് കഴിഞ്ഞ് ഒരുപാട് പേര് കാണില്ലേ ഇവിടെ? സംഘടന മുൻകൈ എടുത്ത് തന്നെ ഒരുപാട് ട്രെയിനിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് ഉപയോഗിച്ചിട്ടും പരമാവധി ട്രെയിനിങ്ങുകൾ നടത്തുന്നുണ്ട്.
തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു സാമ്പത്തിക വർഷം ഓൾറെഡി 75 ട്രെയിനിങ്ങുകൾ വിവിധ മേഖലകൾ നടത്തി കഴിഞ്ഞു. അതായത് ഒരു ട്രെയിനിങ്ങിൽ 40 പേര് ഉൾപ്പെടുന്ന രീതിയിൽ. ഇനിയും ഒരുപാട് ട്രെയിനിങ്ങുകൾ ഇപ്പോൾ സ്റ്റേറ്റിൽ തന്നെ നോക്കുകയാണെങ്കിൽ നല്ലൊരു അളവിൽ ഈ കൊറോണയ്ക്ക് ശേഷം പോസ്റ്റാക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റാക്ക് കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും കമ്പൽസറി അല്ലെങ്കിലും ഭാവിയിൽ, അതായത് ഈ ട്രെയിനിങ് കഴിഞ്ഞ ഒരാൾ സ്ഥാപനത്തിലുണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമായിട്ട് വരുന്നു. ഇപ്പോഴും തന്നെ അത് നിർബന്ധമാണ്. അത്ര കർശനമായിട്ട് നോട്ടീസുകളൊന്നും എഴുതി വരുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ പോസ്റ്റാക്കിൻ്റെ കാലാവധി 2 വർഷമാണ്. നേരത്തെ കാലാവധി ഇല്ലാത്തൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അവരും 2 വർഷം കഴിഞ്ഞൊരു സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം പുതിയ വിവരങ്ങളെക്കുറിച്ചൊക്കെ അറിയാനും അത് ഉപകരിക്കും. ഇപ്പം നമ്മൾ ഡോക്യുമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ കൗണ്ടറിൽ നിന്ന് ഡോക്യുമെൻ്റൊക്കെ നോക്കിയ ഓഫീസർ പിന്നെ നോക്കുന്ന കാര്യം എവിടെയായിരിക്കും? സാധാരണഗതിയിൽ കിച്ചണായിരിക്കുമല്ലോ, അല്ലേ? ഇപ്പോൾ കിച്ചൺ എന്തൊക്കെ കണ്ടീഷൻ പാലിക്കണം? നിങ്ങൾ പല പോസ്റ്റാക്ക് ട്രെയിനിങ് ക്ലാസ്സിലും കേട്ടിട്ടുണ്ടാവും. അപ്പം കിച്ചൺ എന്ന് പറയുന്നത് സുരക്ഷിതമായിരിക്കണം. വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി സുരക്ഷിതമാവുക എന്ന് പറയുന്നത് ഫസ്റ്റ് കാര്യം തന്നെ എന്താണ്? അടച്ചുറപ്പുള്ളതാവണം, അല്ലേ? പട്ടിയും പൂച്ചയോ അല്ലെ പ്രാണികളോ പോലും കടക്കാത്ത രീതിയിൽ. ശരിക്കും നിയമത്തിൽ പറയുന്നത് ഫ്ലൈ പ്രൂഫ്, റാറ്റ് പ്രൂഫ് ഈ രീതിയിലായിരിക്കണം. അതായത് കിച്ചണിൽ നിന്നൊരു ഡോറ് തുറന്നിടുന്നുണ്ടെങ്കിൽ അത് നെറ്റ് കൊണ്ട് അടച്ചതായിരിക്കണം. അതായത് ജനലൊക്കെ തുറന്നു വെക്കണമെങ്കിൽ നെറ്റ് അടിച്ചിട്ട് ഫ്ലൈ പ്രൂഫാക്കി മാറ്റിയതായിരിക്കണം. വെൻറ്റിലേറ്ററിൻ്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഫ്ലൈ പ്രൂഫായിട്ടുള്ളൊരു കിച്ചൺ ആയിരിക്കണം എന്നാണ്. പിന്നെ കിച്ചണിൻ്റെ തറ, ചുമര്, സീലിങ്ങൊക്കെ മിനുസപ്പെടുത്തിയായിരിക്കണം എന്ന് പറഞ്ഞു. ഇതെന്തിനാണ്? ഭംഗിക്ക് വേണ്ടിയാണോ? എന്താണ് ഈ മിനുസപ്പെടുത്തി എന്ന് പറയുന്നത്? നിയമത്തെ പറഞ്ഞിട്ടുണ്ട് മിനുസപ്പെടുത്തിയായിരിക്കണം. നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമുള്ളതായിരിക്കണം. അപ്പം സീലിങ്ങിലൊക്കെ പല സ്ഥാപനങ്ങളിലും പോയി കഴിഞ്ഞാൽ ഈ ചൂട് തട്ടിയിട്ടൊക്കെ പെയിൻ്റൊക്കെ ഇളകി വീഴുന്ന അവസ്ഥ ഉണ്ടാവും. ഇത് ചുമരിൽ നിന്ന് പെയിൻ്റ് ഇളകി വീഴുന്ന അവസ്ഥ, ഈ മാവ് കുഴക്കുന്ന സ്ലാബിനോട് ചേർന്നിട്ട് ചുമരിൽ ടൈലൊക്കെ പതിച്ചിട്ടില്ലെങ്കിൽ കുറേ പെയിൻ്റൊക്കെ ആളുകളെ പൊറോട്ടയിലൂടെയും അങ്ങനെയൊക്കെ ഭക്ഷണത്തിൽ എത്തിച്ചു കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ചുമര്, തറ, സീലിങ്ങൊക്കെ വൃത്തിയുള്ളതായിരിക്കണം. പിന്നെ മാറാല പിടിച്ച് കിടക്കാൻ പാടില്ല. കിച്ചണിൽ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വേസ്റ്റ് ഡംപ് ചെയ്യുന്നൊരു കേന്ദ്രമാക്കിയിട്ട് കിച്ചണ് മാറ്റാൻ പാടില്ല. കിച്ചൺ എന്ന് പറയുന്നത് സേഫായിട്ട് നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എങ്ങനെ അണുവിമുക്തമാക്കി സൂക്ഷിക്കുന്നു, ഏതാണ്ട് ആ ഒരു സങ്കല്പത്തിൽ വേണം നമ്മളിതിനെ സമീപിക്കാൻ വേണ്ടി. ഇതിൽ തന്നെ കിച്ചണിൽ തന്നെ നമ്മൾ സേഫായിട്ടുള്ള ഭക്ഷണം സൂക്ഷിക്കേണ്ട സ്ഥലമുണ്ട്. അതായത് കഴിച്ചതിന് ശേഷമുള്ള ഭക്ഷണം കഴുകാൻ പോകുന്ന വാഷിംഗ് ഏരിയ കാണാം. ഇത് തമ്മിൽ പ്രോപ്പർ സെപ്പറേഷൻ ഇല്ലാതെ നമ്മുടെ വാഷിംഗ് ഏരിയക്ക് സമീപം തന്നെ പാത്രങ്ങൾ വെക്കുക, ഗ്രൈൻഡർ സ്ഥാപിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ കാണാറുണ്ട്. നിങ്ങൾക്കറിയാം, ചിലപ്പം ഇങ്ങനെ ഈ പണിക്കാരൊക്കെ തിരക്ക് പിടിച്ച് ചെയ്യുമായിരിക്കും. ഈ വേസ്റ്റ് ഇടുന്നതിൽ അതിൽ നിന്ന് വല്ലതും തെറിച്ച് വീണ് സാമ്പാറിൽ ചിക്കൻ്റെ പീസ് കിട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില അവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് വാഷിംഗ് ഏരിയയും പ്രിപ്പയർഡ് ഫുഡ് ഇത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, പാത്രങ്ങൾ, കഴുകിയ പാത്രങ്ങൾ, ഇതൊക്കെ ഒരുമിച്ച് പ്രോപ്പർ സെപ്പറേഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ അവിടെ ഒരു അപകട അവസ്ഥ, സുരക്ഷിതമല്ലാത്ത ഭക്ഷണം ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കിച്ചണിൽ ഈ ഒരു ഡേഞ്ചർ സോണ് പ്രോപ്പർ സെപ്പറേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ കിച്ചണിലുള്ള പ്രതലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രധാനമായിട്ടും മാവ് കുഴക്കുന്നില്ലേ, പൊറോട്ടയൊക്കെ തയ്യാറാക്കുന്ന പ്രതലാണെങ്കിൽ സ്ലാബൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അതിന് ദ്വാരങ്ങളൊക്കെ ഉണ്ടായി അണുക്കളൊക്കെ പെറ്റുപെരുകുന്ന സാഹചര്യം ഉണ്ടാവുക. പിന്നീടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വരുന്നതാണ് കട്ടിംഗ് ബോർഡ്, കത്തികൾ, സിങ്ക്, ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ കട്ടിംഗ് ബോർഡ് എന്ന് പറയുന്നത് അത് നോൺ വെജ് കൈകാര്യം ചെയ്യുന്ന കട്ടിംഗ് ബോർഡൊക്കെയാണ് ഇത് സെപ്പറേറ്റ് ഉപയോഗിക്കുക. ഇത്തരം ക്ലാസ്സുകളൊക്കെ ഒരുപാട് കേട്ടവരായിരിക്കും നിങ്ങൾ. ആവർത്തന വിരസത തോന്നുന്നുണ്ടാവും, എന്നാലും ഓടിച്ചു പോവാം. അപ്പോൾ അത് നമ്മൾക്ക് അപകടം ഉണ്ടാക്കുന്നതാണ്. കാരണം ബാക്ടീരിയൽ ഗ്രോത്ത് ഉള്ള ഒരു കട്ടിംഗ് ബോർഡിൽ റോ മീറ്റ്, പച്ച ഇറച്ചി, പച്ച മാംസമൊക്കെ മുറിച്ച് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നമ്മൾ സാലഡിനുള്ള അല്ലെങ്കിൽ ജ്യൂസിനുള്ള ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് അണുക്കൾ വരാനും അണുബാധ ഉണ്ടായിട്ട് നമുക്ക് ഫുഡ് പോയ്സണിങ് ഒക്കെ ഉണ്ടാവാനൊക്കെ ഉള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ, കട്ടിംഗ് ബോർഡ്, കത്തികൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കുന്നൊരവസ്ഥ ഉണ്ടാവണം. അതിനെ ചെയ്യുക. അപ്പോൾ നമ്മൾ അത്തരം മേഖലയിലേക്ക് കടന്നിട്ടില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന പ്രതലത്തിൽ സ്വാബ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് മൈക്രോബയോളജിക്കൽ അനാലിസിസ് നടത്തുന്നു. അവിടെ കോട്ടൺ കൊണ്ട് ഒന്ന് തടവി അതിനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ലാബിൽ അണുക്കളുണ്ടെങ്കിൽ അതൊരു കുറ്റമായിട്ട് മാറുന്നതും പെനാൽറ്റി ഇടുന്നതൊക്കെ അവസ്ഥയാണ് വികസിത രാജ്യങ്ങളിലൊക്കെ. നമ്മുടെ നാട്ടിലും ആ ഒരു അവസ്ഥയിലേക്ക് ഭാവിയിൽ വന്നുകൂടുന്നില്ല. അപ്പം ഫുഡ് പോയ്സണിങ് ഒക്കെ കൂടാൻ കാരണം
നമ്മുടെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന എത്ര ശ്രദ്ധിച്ചാലും ഫുഡ് പോയ്സണിങ് ഒക്കെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഘടകമൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ബാക്ടീരിയ ഒക്കെ ചെറുക്കാനുള്ള ആളുകളുടെ ശരീരം കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് പോലും സംശയിക്കാറുണ്ട്. കാരണം പല സ്ഥാപനങ്ങളിലും പ്രത്യക്ഷത്തിൽ നല്ല രീതിയിൽ നമ്മുടെ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ട് പ്രവർത്തിച്ചിട്ടും ഞങ്ങൾക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ ചില ഫുഡ് പോയ്സണിങ് കേസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം നൂതനമായിട്ടുള്ള രീതികളിലൊക്കെ നമ്മൾ ഭാവിയിൽ കിടക്കേണ്ടത് വരും. എൻ്റെ ഒരു ഓസ്ട്രേലിയയിൽ റെസ്റ്റോറൻറ്റ് നടന്നൊരു സുഹൃത്ത് പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ഇൻസ്പെക്ഷൻ വരുമ്പോൾ അവർ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ ഈ കട്ടിങ് സർഫേസ് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അണുനാശിനി അതൊരു മാസം ഇത്ര വാങ്ങിച്ചു, അതിൻ്റെ ബില്ല് പ്രൂഫ് ചോദിക്കും അത്രയും അവർ. കാരണം അത്രയും വാങ്ങിച്ചാലേ അവിടെ ക്ലീൻ ചെയ്യാൻ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. അല്ലാതെ ആ ഒരു പരിശോധനാ സമയത്ത് ഓക്കെ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ റെഗുലറായിട്ടത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഇൻസ്പെക്ഷൻ സംവിധാനമൊക്കെ ഉള്ള രാജ്യങ്ങളുണ്ട്. നമ്മളും ആ ഒരു അവസ്ഥയിലേക്കൊക്കെ ഫ്യൂച്ചറിൽ എത്തിപ്പെടാം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല, നമ്മുടെ ഭക്ഷണം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. ഓക്കെ, അടുത്ത കാര്യങ്ങൾ നമ്മളെ കിച്ചണിലുള്ള ഈ പാത്രങ്ങളുടെ കാര്യം അറിയാലോ. പല സ്ഥാപനങ്ങളിലും ഇപ്പോൾ ചോറൊക്കെ ഊറ്റി വെക്കുക. ഞങ്ങളുടെ കണ്ണൂർ ഭാഷ ചിലപ്പം കടന്നു വരും, അതായത് ചോറ് വാർക്കുക എന്നുള്ള. അപ്പം ഈ ചോറ് വാർക്കാനുള്ള അടിയിൽ ഈ ഹോൾസിൽ അരിപ്പുള്ള ചില പാത്രങ്ങൾ ഈ ഇൻസ്പെക്ഷനിൽ കണ്ട കാര്യമാണ് പറയുന്നത്. വളരെ അപൂർവമായിട്ടാണെങ്കിലും അടിയിലൊരു റിങ് ഉണ്ടാവും. ആ റിങ്ങൊക്കെ പോയിട്ടുണ്ടാവും ഈ ചോറ് വെച്ചിരിക്കുന്ന പ്രതലത്തിൽ. തറയിലുള്ള ചളി വെള്ളമാണ് അടിയിലുള്ള ചോറിൻ്റെ ഭാഗത്ത് ടച്ച് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. അതൊരു ഗുരുതരമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ പാത്രങ്ങൾ ഇതൊക്കെ യഥാസമയങ്ങളിൽ മാറ്റണം. അല്ലെങ്കിൽ എന്താണ്, ഇതിൻ്റെ പീസുകളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് എത്തിയിട്ട് അപകടങ്ങളുണ്ടാവും. അതുപോലുള്ള ഈ ഭക്ഷണം സൂക്ഷിക്കുന്ന ഫ്രീസറിൻ്റെ റാക്കുകൾ അറിയാലോ, ഫ്രീസറിലൊക്കെയുള്ള ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള റാക്കായിരിക്കും. അതൊക്കെ പൊട്ടി പീസ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഈ പരാതി കിട്ടിയ അനുഭവം ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് സംഭവിച്ചത്. ഫ്രൈഡ് റൈസ് എന്തോ പ്രിപ്പയർ ചെയ്ത് ഹാഫ് കുക്ക്ഡ് സൂക്ഷിച്ച് വെച്ചത് കവർ ചെയ്ത് ലിഡിൻ്റെ ഒരു കുഞ്ഞു പീസ്. എത്ര ശ്രദ്ധിച്ചാലും പറ്റുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ഉപകരണങ്ങളൊക്കെ മെയിൻ്റനൻസ് യഥാസമയത്ത് നടത്തുക. ഇത്തരം ഫോറിൻ ബോഡീസ്, അതായത് ഭക്ഷ്യവസ്തുക്കൾ കലരാൻ പാടില്ലാത്ത മെറ്റൽ പീസുകളോ അത്തരം വസ്തുക്കളോ ഒഴിവാക്കാനുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. പിന്നെ ഒരു കാര്യമാണ് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന മുറിയിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിടുന്ന ഒഴിവാക്കണം എന്ന് പറഞ്ഞു. പിന്നെ ജീവനക്കാരുടെ വസ്ത്രങ്ങൾ പലപ്പോഴും പരിശോധനയിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കി തുറന്നു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ അയൊക്കെ കെട്ടി ജീവനക്കാർ ഡ്രസ്സ് തൂക്കിയിട്ടിട്ടുണ്ടാവും. വളരെ ഭീകരമായ കാഴ്ച കാണാം. അപ്പം ഈ പാൻസൊക്കെ അറിയാലോ, അടിയിൽ ലെങ്ത്ത് കൂടുതലൊരു മടക്കിയൊക്കെ വെച്ചിട്ടുള്ള പാൻസൊക്കെ ഉണ്ടാവും. അതിലൊക്കെ ഒരുപാട് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് തൂക്കിയിട്ടൊരു ഫാനിൻ്റെ ഓരോ ഇളക്കത്തിലും കുറച്ച് മൺതരികളും മാലിന്യങ്ങളൊക്കെ താഴെ വെച്ചിരിക്കുന്ന ഭക്ഷണത്തിൽ വീഴുന്നുണ്ടാവും. പിന്നെ പോക്കറ്റിൽ എന്തൊക്കെ ഉണ്ടാവാം, ഒരു ആളുടെ ഡ്രസ്സിൽ ലേഡീസൊക്കെ ആണെങ്കിൽ അവരുടെ റിങ്സ് അല്ലെങ്കിൽ എയർ പിന്ന്, സേഫ്റ്റി പിൻ, അത്തരം കാര്യങ്ങളൊക്കെ ഭക്ഷ്യവസ്തുക്കൾ വെക്കുന്ന റൂമിൽ അല്ലെ ഭക്ഷണ വസ്തുക്കൾ വെച്ചിരിക്കുന്നതിന് തൊട്ട് മുകളിൽ വെക്കുമ്പോൾ വലിയ അപകടങ്ങളിലേക്ക് നയിക്കാൻ ചാൻസ് ഉണ്ട്. അത്തരം കാര്യങ്ങളിൽ നിങ്ങളൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾക്ക്. അതായത് കിച്ചണിൽ പാചകത്തെക്കുറിച്ച് അറിയാം, അതിൻ്റെ പ്രോപ്പർ കുക്കിങ്ങിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഇതിൽ ഈ ഫ്രോസൺ ഭക്ഷ്യവസ്തുക്കൾ കുക്കിങ്ങിന് മുന്നേ അതിനുവേണ്ടി ഒരുക്കുന്നൊരു കാര്യം വരുന്നുണ്ട്. അത് നമ്മുടെ സാങ്കേതിക പദം തോയിങ് എന്നാണ്. ഫ്രോസൺ മീറ്റുകളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ ഫ്രോസൺ മീറ്റ് എന്ന് പറയുന്നത് -18 -18 എടുത്തിട്ട് ഉടനെ നമ്മൾക്ക് കുക്കിംഗ് പ്രോസസ്സ് ആരംഭിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് താഴെ ഡിഗ്രിയുള്ള ഊഷ്മാവിൽ, അതായത് -18 ഒറ്റയടിക്ക് അന്തരീക്ഷ ഊഷ്മാവിലേക്കല്ല, 5 ഡിഗ്രിയോ അതുപോലുള്ള ഊഷ്മാവിലോ അല്ല റണ്ണിങ് വാട്ടറിലൊക്കെ വെച്ചിട്ട് അതിനെ ടെമ്പറേച്ചർ താഴ്ത്തി കൊണ്ടുവന്ന് എന്നിട്ടാണ് അതിന് കുക്കിങ്ങിലേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ അതിൻ്റെ സുരക്ഷിതത്വം നിങ്ങൾ ഉറപ്പുവരുത്തണം. അല്ലാതെ പാചകം നടത്തി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ നല്ല ഒരുപാട് കാര്യങ്ങൾ ചേർത്തു, അതിൽ ഒരു മോശം വസ്തു വന്നു, അതിൽ കൂടെ കണ്ടാമിനേഷൻ വരാം. നമ്മളിപ്പോൾ ഫാസ്റ്റ് ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഷവർമ അല്ല അതുപോലുള്ള കാര്യങ്ങൾ കൂടെ കൊടുക്കുന്ന ഒരു കുഞ്ഞു പാത്രത്തിൽ കൊടുക്കുന്ന മയോണൈസ് അല്ലേ, ഓരോ സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണൊക്കെയാണ് പലരും കഴിക്കുന്നുണ്ടാവുക. ആ ഒറ്റൊരു മയോണൈസാണ് വില്ലനായിട്ട് മാറുന്ന അവസ്ഥ ഉണ്ടാകുന്ന പല സ്ഥലത്തും. അപ്പോൾ ഇത് സംബന്ധിച്ച് പാലിക്കേണ്ട ശുചിത്വത്തെക്കുറിച്ചൊക്കെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പലപ്പോഴും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്.
ഇപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്നത് പ്രോപ്പർ കുക്കിംഗ് നടന്നിട്ടില്ലെങ്കിൽ അണുക്കൾ നശിക്കാനിടയില്ല. അപ്പം നിങ്ങൾക്കറിയാം കോർ ടെമ്പറേച്ചർ, അപ്പോൾ എത്രത്തോളം അത് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം എല്ലാവരും ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇതിനുള്ള തെർമോമീറ്ററുകൾ, ഉപകരണങ്ങൾ ഇപ്പോഴും മാർക്കറ്റിൽ ലഭ്യമാണ്. അതൊക്കെ ഒരു ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം. അതായത് 75 ഡിഗ്രി കോർ ടെമ്പറേച്ചറിൽ കിടക്കണം. അതായത് ഉള്ളിലുള്ള ടെമ്പറേച്ചർ. നോൺ വെജ് ഐറ്റംസ്, വെജ് ഐറ്റം ആണെങ്കിൽ 65 ആയാലും മതി കോർ ടെമ്പറേച്ചർ എത്തുന്നത്. ആ ഒരു ടെമ്പറേച്ചറിൽ ഹീറ്റിംഗ് നടക്കണം. എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് കുക്കാവുകയുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രീസറിൽ വെച്ച, ഡീപ് ഫ്രീസറിൽ വെച്ച മാംസങ്ങളൊക്കെ നേരിട്ടെടുത്ത് നമ്മൾ കിച്ചണിൽ പാചകം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ അതിൻ്റെ സെൻട്രൽ പോർഷനിൽ നിന്ന് ഒരിക്കലും എത്താൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഈ തോയിങ് പ്രോസസ്സ്, അതായത് അതിനെ -18 നിന്ന് ടെമ്പറേച്ചർ ഉയർത്തിക്കൊണ്ടുവന്ന് എന്നിട്ടാണ് പാചകത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഈ തോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു, അതായത് ഡീപ് ഫ്രീസറിൽ വെച്ച ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ സാധാരണ ടെമ്പറേച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഡീപ് ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ഭക്ഷണം സുരക്ഷിതമല്ലാതായിട്ട് മാറും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പലരും ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ഡീപ് ഫ്രീസറിൽ ഭക്ഷണ സാധനം വെക്കുകയാണെങ്കിൽ പല പോർഷൻസായിട്ട്, അതായത് ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ള, അതായത് 1 കിലോ മീറ്റ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ 10 കിലോ മേടിച്ചു, ഡീപ് ഫ്രീസറിൽ വെക്കുമ്പോൾ 10 പോർഷനാക്കിയിട്ട് വെക്കുക. ഒരു ദിവസത്തേക്കുള്ള എടുത്ത് അതിനെ നോർമൽ ടെമ്പറേച്ചറിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അന്ന് ഉപയോഗിച്ച് തീർക്കണം. പിന്നീട് ഡീപ് ഫ്രീസറിൽ വെച്ച് മാസങ്ങളോളം വെക്കാന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാം, ഫ്രോസൺ മീറ്റിലൊക്കെ 10 മന്ത്സൊക്കെ ലൈഫ് എഴുതിയിട്ടുണ്ടാവും. അതിൽ തന്നെ സൂക്ഷിച്ചിട്ട് എഴുതിയിട്ടുണ്ടാവും. ചിൽഡ് കണ്ടീഷനാണെങ്കിൽ അതിന് 2 to 3 ഡേയ്സേ കാണുള്ളൂ. ഫ്രോസൺ കണ്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് -18 അത് നല്ല രീതിയിലുള്ള ഫ്രീസർ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾക്കത് സുരക്ഷിതമായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ഉണ്ടാവണം. പിന്നെ കുക്കിങ്ങിൽ അടുക്കളയിൽ വെച്ച് നടക്കുന്ന ചില അപകടങ്ങളിൽ ഒന്ന് പറയുകയാണെങ്കിൽ, അതായത് പഴുതാര, ഇതുപോലുള്ളൊക്കെ ചിലന്തി കിട്ടി, ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പരാതികൾ വരാറുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്പെക്ഷൻ്റെ അനുഭവത്തിലുണ്ടായൊരു അവസ്ഥ ഞാൻ പറയുകയാണ്. പഴയ രീതിയിലുള്ള കിച്ചണിലൊക്കെയാണ് ഇത്തരം അവസ്ഥ കാണുന്നത്. നമ്മുടെ പാത്രങ്ങളൊക്കെ വെച്ച്, അതായത് അടുപ്പിൽ പഴയ രീതിയിലുള്ള വിറകടുപ്പിൻ്റെ മുകളിൽ ഈ വിറക് ഉണങ്ങാൻ വെക്കുന്ന സംവിധാനങ്ങളുള്ള ചില പഴയ ഹോട്ടലുകളൊക്കെ ഉണ്ടാവുക. ഇപ്പോഴെത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു ചൂട് തട്ടുമ്പോൾ നമ്മുടെ ഒരു കറി വെച്ച പാത്രം അത് തിളച്ചുകൊണ്ടിരിക്കുമ്പം ചൂട് കൊണ്ട് മേലത്തെ വിറക് ഉണങ്ങി കിട്ടുമായിരിക്കും. മഴക്കാലത്തൊക്കെയാണ് ആ ഒരു പണി ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തൊക്കെ അപകടങ്ങളാണ് ഇല്ലേ ഈ ചൂട് തട്ടും. അതിനകത്തുള്ള ക്ഷുദ്രജീവികൾ, അല്ലെ പഴുതാര പോലുള്ള ജീവികളൊക്കെ ഈ ഒരു ഫുഡ് ഐറ്റത്തിലേക്ക് വരാനുള്ളൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടാത്ത അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ മൂടി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ മൂടാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ ചെറിയ ദ്വാരങ്ങളൊക്കെ, അതായത് ചൊക്കി ചൊളിഞ്ഞിട്ടൊക്കെയുള്ള കേസൊക്കെ ആണെങ്കിൽ അതിൽ ഈ കെമിക്കൽസ്, നിങ്ങൾ ക്ലീനിങ് ഡിറ്റർജൻസ് ഒക്കെ തങ്ങിക്കിടന്ന് അത് കലർന്നിട്ട് ഭക്ഷ്യവിഷബാധ, വയറിളക്കം പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ, പാചകവുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കിച്ചൺ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സ്റ്റോർ റൂം. മിക്കവാറും സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ച് തന്നെ സ്റ്റോർ റൂം കാണും. അപൂർവം ചിലർ കിച്ചണിൽ തന്നെ റാക്കുകളൊക്കെ ഒരുക്കിയിട്ട് സേഫായിട്ട് കൈകാര്യം ചെയ്തും കാണാം. അപ്പം നമ്മുടെ നിയമത്തിൽ സ്റ്റോർ റൂം, അടച്ചുറപ്പുള്ളൊരു സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. സ്റ്റോർ റൂമിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നേരത്തെ കിച്ചൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ റാറ്റ് പ്രൂഫായിട്ട് സംരക്ഷിക്കണം. പിന്നെയോ അവിടെ ഭക്ഷണ വസ്തുക്കൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള പാത്രങ്ങൾ ഉണ്ടായിരിക്കണം. ചിലരൊക്കെ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് പെയിൻറ്റ് ബക്കറ്റിലും അല്ലെങ്കിൽ ഫുഡ് ഗ്രേഡ് അല്ലാത്ത പാത്രത്തിലൊക്കെ സൂക്ഷിച്ച് ഓഫീസർമാർ നോട്ടീസൊക്കെ കിട്ടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അടച്ചുറപ്പുള്ള പാത്രങ്ങൾ, അതായത് റാറ്റ് പ്രൂഫായിട്ടുള്ള റൂം, അതിൽ തന്നെ ഭക്ഷ്യവസ്തുക്കൾ വെച്ചിരുന്നാൽ നിങ്ങൾക്കറിയാം, അരി പോലുള്ള അല്ലെങ്കിൽ മറ്റ് പയറുവർഗ്ഗങ്ങളിലൊക്കെ ഈ പ്രാണികൾ, ഞങ്ങളുടെ നാട്ടിൽ കൊത്തെന്ന് പറയും, നിങ്ങളെന്താണ് പറയാമെന്നറിയില്ല, പുറിഞ്ചാത്തെന്നൊക്കെ ചില മേഖലയിൽ പറയുന്ന ആ ഒരു ചെള്ളു മാതിരിയുള്ള ജീവി, അത് കലർന്നിട്ട് പ്രത്യേകിച്ച് ഗ്രീൻ പീസ് പോലുള്ള ഐറ്റത്തിലാണ്, നിങ്ങൾ ശ്രദ്ധിക്കില്ല. ഈ ഗ്രീൻ പീസ് ഇട്ട് തിളപ്പിച്ച് കറിയാക്കി കൊടുത്തതിന് ശേഷം ശരിക്കും കണ്ണു കാണാത്തവരോ നല്ല റൂമില്ലെങ്കിൽ കടുകോ വല്ലതാണ് തെറ്റിദ്ധരിക്കും. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാലാണ് അറിയുക ഇത് മുഴുവൻ ചെള്ളാണെന്ന്. പിന്നെ പരാതിയായി ഇപ്പോൾ ഓഫീസർ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ കടല പരിശോധിക്കുമ്പോഴാണ് അറിയുക ഇത് ഇൻസെക്റ്റ് ഇൻഫെസ്റ്റഡ് ആണ്. നമ്മുടെ നിയമപ്രകാരം സാമ്പിൾ എടുത്തിട്ട് ലാബിൽ നിന്ന് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് പിഴ അടച്ചാൽ തീരില്ല, ഇംപ്രിസൺമെൻ്റ് ഒക്കെ വരുന്ന അൺസേഫ് കാറ്റഗറിയിലേക്ക് മാറുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന അപകടം എന്ന് പറയുന്നത്
2 കാരണത്താലാവാം. ഒന്ന്, നമ്മൾ ലോ ക്വാളിറ്റി ഇൻഗ്രീഡിയൻറ്റ് വാങ്ങി സംഭരിച്ചത് കൊണ്ടാവാം. പിന്നെയോ വർഷങ്ങളായി കിടക്കുന്ന ചിലവില്ലാത്ത ചില ഐറ്റങ്ങൾ അവിടെ തന്നെ കിടക്കും സ്റ്റോർ റൂമിൽ. അപ്പോൾ പണിക്കാരെന്താണ് അതെടുത്ത് ഉപയോഗിക്കും. അപ്പം നമ്മുടെ കിച്ചണിൽ അല്ല സ്റ്റോർ റൂമിൽ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ സുരക്ഷിതമാണ്. അതായത് യൂസ് ബൈ ഡേ, എക്സ്പയറി ഡേറ്റ് കഴിയാത്തതാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. അങ്ങനെ ചെയ്യാതിരുന്നാൽ യഥാസമയങ്ങളിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ സ്റ്റോർ റൂമിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങളുണ്ടാവാം, ഫുഡ് പോയ്സണിങ് ഉണ്ടാവാം. കാരണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം സ്റ്റോർ റൂമിൽ കണ്ടു, ഓഫീസർ പരിശോധിക്കുമ്പോൾ അത് കളയാൻ വെച്ചതാണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. സ്റ്റോർ റൂം റെഗുലറായിട്ട് പരിശോധിച്ച് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അവർ കെട്ടുണ്ടാവില്ല, ഫിഫോ എന്നുള്ളൊരു ചുരുക്കപ്പേരിൽ നമ്മൾ ട്രെയിനിങ് പരിപാടിയിലൊക്കെ പറയുന്നതാണ്. പിന്നെ ഫസ്റ്റ് എക്സ്പയറി ഫസ്റ്റ് ഔട്ട് അതൊക്കെ പാലിച്ച് നമ്മൾ എക്സ്പയറി ആവാൻ പോകുന്നത് പെട്ടെന്ന് എടുത്ത് തീർക്കുക. അങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊരു ഭക്ഷ്യവസ്തു സ്ഥാപനത്തിൽ സ്റ്റോർ റൂമിലോ കിച്ചണിലോ ഉണ്ടാവാൻ പാടില്ല. എല്ലാ ആളുകൾക്കും ഫൈൻ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൊരു ഐറ്റമാണ് പാൽ പാക്കറ്റ്. പാലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഫൈൻ കിട്ടിയ ആളുകൾ കാണുമായിരിക്കും. കാരണം ഇതിൻ്റെ മേലെ എഴുതിയിരിക്കുന്ന ഡേറ്റ് വളരെ ചെറുതായിരിക്കും. അതൊരു പോരായ്മയായിട്ട് ചിലപ്പം തോന്നിയേക്കാം, പക്ഷേ സൂക്ഷിച്ച് നോക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ഒരു ഹൈ റിസ്ക് ഫുഡാണത്. അതിലെഴുതിയിരിക്കുന്നത് യൂസ് ബൈ ഡേറ്റ് ആയിരിക്കും. പല ഡിസ്ട്രിബ്യൂട്ടർമാരും ലാസ്റ്റ് ഡേറ്റൊക്കെയാണ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനി കുറച്ച് ദിവസം കാണുമല്ലോ എന്നുള്ളൊരു സങ്കല്പത്തിൽ അവിടെ വെച്ചിരിക്കും. അപ്പോൾ ആ എഴുതിയിരിക്കുന്ന ഡേറ്റ് യൂസ് ബൈ ഡേറ്റ് ആയിരിക്കും. അത് നമ്മൾ എന്ത് സ്റ്റോറേജ് കണ്ടീഷനിലും, നേരത്തെ പറഞ്ഞ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന -18 വെച്ചിരുന്നാൽ പോലും അത് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊരു ഭക്ഷ്യവസ്തു സ്റ്റോർ റൂമിൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഒഫൻസാണ്. പിന്നെ നിങ്ങൾ പുതുതായിട്ട് വന്നൊരു ഭേദഗതി കൂടെ മനസ്സിലാക്കണം. നേരത്തെയൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് ബിഫോർ എന്ന് എഴുതിയാൽ മതിയായിരുന്നു ചില ഐറ്റത്തിലൊക്കെ. ഇപ്പോൾ എല്ലാ ഭക്ഷ്യവസ്തുവിലും എക്സ്പയറി ഡേറ്റ് കമ്പൽസറിയാണ്. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊരു ഭക്ഷ്യവസ്തു സ്ഥാപനത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അങ്ങേയറ്റ റിസ്ക്കാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഒരു ദിവസമായതുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊരു പിഴ കിട്ടുന്നതും നടപടിയിലേക്ക് പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്റ്റോർ റൂമിൽ സംഭരിക്കുന്ന കാര്യങ്ങൾ യൂസ് ബൈ ഡേറ്റ് ഉള്ളതായിരിക്കണം, പിന്നെ സുരക്ഷിതമായിരിക്കണം, അടച്ചുറപ്പിൽ വെച്ച് ഈ ഇൻസെക്റ്റ് ഇൻഫെസ്റ്റേഷൻ ഇല്ലാതെ സൂക്ഷിക്കണം. പിന്നെ സ്റ്റോർ റൂമിൽ കാണുന്ന കാര്യമാണ്, അതായത് അടിസ്ഥാന സൗകര്യം കൂടുതലുള്ളവരൊക്കെ പ്രത്യേക റൂമിൽ ചെയ്തിട്ടുണ്ടാവും. ഈ ഡിറ്റർജൻസും കീടനാശിനികൾ അല്ലേ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെക്കുന്ന അവസ്ഥ. ചിലപ്പോൾ ഫിനോയിൽ മാതിരിയുള്ള അപകടകാരിയായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണ് ഈ റാറ്റിന് ഓടിക്കാനുള്ള കൂറയുടെ ചോക്ക്, ഇതൊക്കെ ഒരുമിച്ച് ഭക്ഷ്യവസ്തുക്കളോടൊപ്പം വെക്കുന്ന അവസ്ഥ ഉണ്ട്. ഇത് ഒഴിവാക്കേണ്ടതാണ്. ഇത് ഗുരുതരമായ കുറ്റത്തിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ പ്രോപ്പർ സെപ്പറേഷൻ സ്റ്റോർ റൂമിൽ നമ്മൾ അതിന് ഭക്ഷണ വസ്തുക്കളൊപ്പം ഒരു വിധത്തിൽ വെക്കാൻ പാടില്ല. അത് വലിയ അപകടത്തിലേക്ക് പോകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സ്റ്റോർ റൂം കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിസരത്തിൻ്റെ കാര്യത്തിലും കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ട കാര്യമുണ്ട്. എന്തൊക്കെയാണ്? പരിസരം വൃത്തിയില്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഈച്ച ശല്യം ഉണ്ടാവാം, ദുർഗന്ധം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, നല്ലൊരു ആംബിയൻസിലിരുന്ന് ഭക്ഷണം കഴിക്കണ്ടേ. അപ്പം കിച്ചണിനോട് ചേർന്നിട്ട് ഈ മൂത്രപ്പുര ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല അടച്ചുറപ്പുള്ളത്. ഒരിക്കലും കിച്ചണിലേക്ക് ഡയറക്റ്റ് ഓപ്പണിംഗ് പാടില്ല. അതുപോലെ ആളുകൾ താമസിക്കുന്നത്, ജീവനക്കാർ സ്ഥാപനത്തിനകത്ത് താമസിക്കുന്നത് നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. ഡയറക്റ്റ് ഓപ്പണിംഗ് ഒരേ ബിൽഡിങ്ങിൽ തന്നെയാണെങ്കിലും ഡയറക്റ്റ് ഓപ്പണിംഗ് ക്ലോസ് ചെയ്യണം. കാരണം അവർ രാത്രി എന്ത് ചെയ്യുന്നു ഇപ്പോൾ അറിയാമല്ലോ. തൊഴിലാളികൾക്ക് എത്രത്തോളം ശുചിത്വ നിലവാരം എല്ലാ കാര്യങ്ങളും കാണിക്കുമെന്ന് അറിയില്ല. ചിലപ്പം ചില അപൂർവ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അവരുടെ വസ്ത്രങ്ങൾ, അതായത് അണ്ടർവെയർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഫ്രീസറിൽ ഭക്ഷ്യവസ്തുക്കളോടൊപ്പം സൂക്ഷിച്ചത് കണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ പറയുകയില്ല. കോഴിക്കോട് ജില്ലയിൽ ഫറൂഖ് മേഖലയിൽ ഞങ്ങളെപ്പോഴും ഈ ക്ലാസ്സുകളിലൊക്കെ പറയുന്ന കാര്യമാണ്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം സുരക്ഷിതത്തെക്കുറിച്ചൊന്നും ഒരു ബോധമില്ല. അയാൾക്ക് വസ്ത്രം സൂക്ഷിക്കാനാകെ അത്ര സൗകര്യമുള്ളൂ. അപ്പം ഭക്ഷ്യവസ്തുക്കളോടൊപ്പം വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം. പരിസരവും നമ്മൾ ശുചിയായിട്ട് സൂക്ഷിക്കണം. ഈച്ച ശല്യം ഇല്ലാതെ വൃത്തിയുള്ള അന്തരീക്ഷത്തിലായിരിക്കണം. കാരണം നമ്മുടെ ഒരു സ്ഥാപനം ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഈറ്ററീസ് വൃത്തിയുള്ള, അതായത് കക്കൂസ് അല്ലെങ്കിൽ മലിനജലം ഒഴുകുന്ന ഇതിൽ നിന്ന് നിശ്ചിത അകലത്തിൽ, സുരക്ഷിതമായ അകലത്തിലായിരിക്കണം സ്ഥിതി ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് കിച്ചണുമായിട്ട് സ്റ്റോർ റൂമായിട്ടും ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് സാധാരണഗതിയിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ, നിങ്ങളുടെ പല സ്ഥാപനങ്ങളും നോട്ടീസ് കിട്ടിയിട്ടുണ്ടാവും. നോട്ടീസ് കിട്ടാത്തവർ ചിലപ്പോൾ അപൂർവമായിരിക്കും. അപ്പോൾ ഫുഡ് സേഫ്റ്റിയിൽ എങ്ങനെയാണ് ഈ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഒടുവിൽ നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാനൊരു അവസരം തരാം. അപ്പോൾ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് അറിയാലോ. അപ്പോൾ
ഫുഡ് സേഫ്റ്റി ആക്ട് നിലവിൽ വന്നപ്പോൾ അതിൽ 2 തരം ശിക്ഷകൾ. നേരത്തെയുള്ള PF ആക്റ്റിൽ ഒറ്റൊരു നടപടി മാത്രമാണ്, അതായത് ക്രിമിനൽ കേസുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അതുപോലുള്ള കോടതികളിൽ കേസ് നേരിട്ട് ഫയൽ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മുടെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി FSA ആക്ട് പാസ്സാക്കിയപ്പോൾ ലഘു ശിക്ഷകൾ എന്നുള്ള നിലക്ക് അഡ്ജുഡിക്കേഷൻ നടപടികൾ, പിന്നെ ഗുരുതരമായ അൺസേഫ് ഫുഡ്, ആരോഗ്യത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന ടൈപ്പ്, ഇഞ്ചറി ഉണ്ടാകുന്ന, ഡെത്ത് ഉണ്ടാകുന്ന അത്തരം കേസുകളിലൊക്കെ തടവ് ശിക്ഷകൾ വരുന്ന കുറ്റങ്ങൾ. പിന്നീടുള്ളതാണ് ജില്ലാ ഓഫീസർക്ക് പിഴ എന്നുള്ള വാക്കല്ല, കോമ്പൗണ്ടിങ്, കുറ്റം രാജിയാക്കാനുള്ള അധികാരം. അതിന് പലരും വിധേയമായിട്ടുണ്ടാവും. അതിപ്പോൾ ഒരു ചെറിയ തർക്കത്തിലൊക്കെ നിൽക്കുന്ന കോടതിയുടെ മുന്നിലൊക്കെ എത്തി നിൽക്കുന്നൊരു വിഷയം കൂടിയാണ്. ഇപ്പോൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന അധികാരം ഏകപക്ഷീയമായിട്ട് ഒരു ജില്ലാ അസിസ്റ്റൻറ്റ് കമ്മീഷണർ, അതായത് ഞാൻ ഇരിക്കുന്ന പോസ്റ്റിലാണ് ആ ഒരു അധികാരമുള്ളത്. ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്നാണ് നമ്മളെ നിയമത്തിൽ ആ പോസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. പല സ്റ്റേറ്റിലും അസിസ്റ്റൻറ്റ് കമ്മീഷണർ എന്നുള്ള പേരിലാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ജില്ലാ ഓഫീസറായ അസിസ്റ്റൻറ്റ് കമ്മീഷണർക്കാണ് ഈ കോമ്പൗണ്ടിങ്, കുറ്റം രാജിയാക്കാനുള്ള അധികാരമുള്ളത്. അപ്പോൾ അതിൽ വരുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്നത് സാമ്പിൾ എടുക്കാതെ, അതായത് സാമ്പിൾ എടുത്തിട്ട് അൺസേഫ് കിട്ടാത്ത, സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ എന്ന് പറയുന്നൊരു സാമ്പിളിംഗ് ഉണ്ട്. അതായത് 4 പാർട്ടായിട്ട് എടുത്തിട്ട് നമ്മുടെ ലാബിൽ അയച്ചു. അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു അവസരം കൂടെ തന്ന് റഫറൽ ലാബ് റിപ്പോർട്ട് വന്ന് അതും കുഴപ്പമാണെന്ന് കണ്ടെത്തിയാൽ മാത്രം പോകുന്നൊരു നടപടിക്രമമാണ് ക്രിമിനൽ കേസുകൾ. അല്ലാത്ത കേസുകളുണ്ടാവാം. അതായത് നമ്മുടെ ഭക്ഷ്യവസ്തുക്കളായ പാല് അല്ലെങ്കിൽ ഓയില്, അതിലൊക്കെ നിലവാരം പാലിച്ചിട്ടില്ല, എന്നാൽ ശരീരത്തിന് കുഴപ്പമില്ല, സബ്സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നത്, മിസ്ബ്രാൻഡിങ് ഗണത്തിൽപ്പെടുന്നത്, പിന്നെ വൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്ത് എന്നിവയ്ക്കൊക്കെ, പിന്നെ കൂട്ടത്തിൽ ഇപ്പോൾ ലൈസൻസ് ഇല്ലാത്ത കേസുകളും, ഇതൊക്കെ അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്ന RDO കോടതികൾ. പലരും RDO കോടതിയിൽ ബന്ധപ്പെട്ടുണ്ടാവാം. അതിൽ ചിലരൊക്കെ വക്കീലിനെ ഇല്ലാതെ തന്നെ നേരിട്ട് പോയിട്ട് നടപടി പൂർത്തിയാക്കുന്നവരുണ്ട്. നിസ്സാര കുറ്റങ്ങളൊക്കെ ആണെങ്കിൽ RDO കോടതിയിൽ ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ തീരുന്നുണ്ട്. അപ്പോൾ RDO കോടതിയിലെ നടപടികൾ വരുന്നത് ഞാൻ പറഞ്ഞത് അൺസേഫ് അല്ലാത്ത, സബ്സ്റ്റാൻഡേർഡ്, മിസ്ബ്രാൻഡഡ്, പിന്നെ ഗുരുതരമായ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ, ഇത്രയൊക്കെ പ്രവർത്തിക്കുമ്പോഴാണ് അഡ്ജുഡിക്കേഷൻ വരുന്നത്. സാധാരണഗതിയിൽ കാണുന്ന വയലേഷൻസ്, അതായത് ഷെഡ്യൂൾ 4 വയലേഷൻ എന്ന് പറയും. നമ്മുടെ ഫുഡ് സേഫ്റ്റി നിയമത്തിൽ പല പല ഭാഗങ്ങളുണ്ട്. ഈ ആക്ട് എന്ന് പറയുന്നത് വന്ന ഘട്ടത്തിലുള്ള റെഗുലേഷൻ്റെ ഇരട്ടിയിലധികമായി മാറിയപ്പോൾ ഒരുപാട് റെഗുലേഷൻ ഉണ്ട്. അപ്പം നിങ്ങളുടെ ബാധിക്കുന്ന റെഗുലേഷൻ എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഫുഡ് ബിസിനസ് റെഗുലേഷൻ 2011 ഇതിലാണ് നിങ്ങളുടെ ഹോട്ടൽ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് കണ്ടീഷൻസ് എന്തൊക്കെ പാലിക്കണം. നിങ്ങൾക്ക് പലർക്കും കിട്ടിയ നോട്ടീസിൽ എഴുതിയിട്ടുണ്ടാവും ഷെഡ്യൂൾ 4 ഇന്നേ വയലേഷൻ. ഈ ഷെഡ്യൂൾ 4 എന്ന് പറയുന്നത് നമ്മുടെ റെഗുലേഷൻ്റെ ഒടുവിൽ കൊടുത്തിരിക്കുന്ന അവസാന ഭാഗത്തിൽ ഈ തരംതിരിച്ച് ഓരോ ഫുഡ് കാറ്റഗറിക്കും തരംതിരിച്ചിട്ട് പാലിക്കേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ജനറൽ കണ്ടീഷൻ പറയുന്നുണ്ട്. ലൈസൻസ് കണ്ടീഷനിൽ ലൈസൻസ് എടുത്തിരിക്കണം, പ്രദർശിപ്പിച്ചിരിക്കണം, അത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഈ ഷെഡ്യൂൾ 4 പ്രത്യേകമായിട്ട് പാർട്ട് 5 ഈ കാറ്ററിംഗ് ആൻഡ് റെസ്റ്റോറൻറ്റ് ഇവർ പാലിക്കേണ്ട നിബന്ധനകൾ പറയുന്നത്. നിങ്ങൾ പലരും ഈ പുതിയ രീതിയിലുള്ള പരിശോധന റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. കാരണം FSAയുടെ സൈറ്റിൽ മലയാളത്തിൽ, ഇത് ഞാൻ നിങ്ങളുടെ സംഘടനയ്ക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ഓഫീസർ നടത്തുന്ന പരിശോധനയിൽ പറയുന്ന കാര്യങ്ങൾ ടിക്കിട്ടുകൊണ്ട് സെൽഫായിട്ട് ഒരു അപ്രൈസൽ നടത്താനുള്ളൊരു സംവിധാനമുണ്ട്. അപ്പോൾ അത് നടത്തി നിങ്ങൾക്ക് നല്ലൊരു മാർക്ക്, അതായത് 100-ൽ കൂടുതൽ മാർക്ക്, ഇതിൻ്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 114 അങ്ങനെ ഒരു മാർക്കാണ്. മാതൃകാപരമായിട്ട് A+ കിട്ടണമെങ്കിൽ 114 മാർക്ക് കിട്ടണം. അപ്പം നമ്മളിതിലൊരു 80 മാർക്കൊക്കെ കടന്ന് കിട്ടിയാൽ തന്നെ ഒരു ഓഫീസർക്കും അവിടെ ഒരു കുറ്റം കണ്ടെത്തി നോട്ടീസ് എഴുതാൻ തോന്നില്ല. അപ്പോൾ അവിടെ ഈ മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് മാനദണ്ഡമാക്കുന്നതൊക്കെ എന്താണ്, ഈ ഷെഡ്യൂൾ 4 പാർട്ട് 5 അത്ര സൂക്ഷ്മമായിട്ട് നിങ്ങൾ കിടക്കണമെന്നില്ല. അതായത് ഈ ഫുഡ് സേഫ്റ്റി റെഗുലേഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ റെഗുലേഷനിൽ നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങൾ പറയുന്ന ഷെഡ്യൂളിൻ്റെ പാർട്ട് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിക്ഷാ നടപടികളില്ലാതെ, ഇനി കൂടിയാൽ മൈനർ ചെറിയ കുറ്റങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസ്, അങ്ങനെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഞാൻ നേരത്തെ ഈ പണിഷ്മെൻറ്റ് പിഴ കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അത് പറയാൻ വിട്ടു. അതായത് ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലൈസൻസ് എടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ചെറിയ കുറ്റങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരു അവസരം തരുന്നു. ഇപ്പോഴാണെങ്കിൽ എല്ലാം ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ വഴി ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ഓൺലൈൻ തന്നെ
അത് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ വ്യാപാരികൾ ഒരു ദിവസം കട മുടക്കി പോകേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഒരു നോട്ടീസ് കിട്ടുന്ന ഓഫീസർ ഓൺലൈനിലാണ്, ഇപ്പോൾ ടാബുമായിട്ടാണ് പരിശോധിക്കാൻ വരുന്നത്. നമ്മുടെ സംവിധാനം ഒരുപാട് മെച്ചപ്പെട്ടു. അപ്പം നിങ്ങൾക്കും ഒരുപാട് ബിസിനസ് സമയം നഷ്ടപ്പെടുത്താതെ ഒരു നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ, നേരത്തെയാണ് അങ്ങനെയില്ല, ഒരു ഓഫീസറെ കാണാൻ പോകണം, ഓഫീസറുള്ള ടൈമിൽ പോയി അത് മറുപടി കൊടുത്ത് ബോധ്യപ്പെടുത്തി തീർപ്പാക്കണം. ഇപ്പം ഈ ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസ് പോലുള്ള കാര്യങ്ങൾ വളരെ സൗകര്യമായി ഇപ്പോൾ. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസ് വന്ന് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് നിങ്ങൾക്ക് മെസ്സേജായിട്ട് അയക്കാൻ വേണ്ടി ഒരു ഫോൺ നമ്പർ കൊടുക്കാൻ പറയുന്നുണ്ട് അപേക്ഷയിൽ. പലരും പാലിക്കുന്നൊരു തെറ്റാണ്, ഈ അക്ഷയ പ്രവർത്തിക്കുന്ന ആളുടെ ഇമെയിലും ഫോൺ നമ്പറൊക്കെ കൊടുത്ത്, അതായിരിക്കും കാലാകാലത്ത് മെസ്സേജൊക്കെ പോകാൻ വേണ്ടിയുള്ള നമ്പറായിട്ട് FSCയുടെ റെക്കോർഡിൽ ഉണ്ടാവുക. അപ്പോൾ അടുത്ത കാലത്ത് FSC ഇത് സംബന്ധിച്ചൊരു സർക്കുലർ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ ലൈസൻസിൽ നേരത്തെ മറ്റുള്ളവരുടെ ഫോൺ നമ്പർ ഇമെയിലൊക്കെ കൊടുത്തവർ സ്വന്തം ഇമെയിലും ഫോൺ നമ്പറൊക്കെ ഉള്ളവർ അതിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ വേറൊരു മാറ്റം കൂടെ അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്, പാൻ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത്. പാൻ കാർഡ് നിർബന്ധമാണ് ലൈസൻസ് ഉള്ളവർക്ക് പുതുക്കാൻ വേണ്ടി. രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസ് കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ രൂപകൽപ്പന സംബന്ധിച്ച് ഞാനത് മുഴുവൻ വായിക്കാൻ നിൽക്കുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ സൂക്ഷിക്കണം, ഇത്തരം കാര്യങ്ങൾക്ക് വീഴ്ച വന്നു കഴിഞ്ഞാലുള്ള നോട്ടീസ് കിട്ടുന്നുണ്ടാവാം. അപ്പം ഞാൻ നിങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടി, നിങ്ങൾക്ക് പലർക്കും ഈ നോട്ടീസ് കിട്ടിയിട്ട് അതിൽ കണ്ടിട്ടുള്ള കുറ്റങ്ങൾ, നിങ്ങൾ പിഴ അടിക്കാൻ ഇടയായിട്ടുള്ള കുറച്ച് കുറ്റങ്ങൾ ഞാൻ എൻ്റെ സർവീസിൽ കണ്ടെത്തിയിരിക്കുന്ന പല കുറ്റങ്ങളെന്ന് വായിക്കുക. ഇത് നിങ്ങൾക്ക് പലർക്കും ഉപകരിക്കാൻ പോകുന്നത്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നോട്ടീസ്, പിഴ അടിക്കുന്ന നോട്ടീസ് കിട്ടാനുള്ള സാധ്യത ഏതാണ്ട് 0ലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ കിട്ടാൻ ചാൻസ് ഉള്ളത് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടീസാണ്. അത് നിങ്ങൾക്ക് മറുപടി ഓൺലൈൻ വഴി കൊടുത്തിട്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ടുള്ള കാര്യം ഞാൻ പറയാം, ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിക്കാത്തതിൻ്റെ പേരിൽ, ലൈസൻസ് സ്ഥാപനത്തിൽ പ്രദർശിപ്പിച്ചിട്ടില്ല എന്നുള്ള പേരിൽ, അല്ലെ ടോൾ ഫ്രീ നമ്പർ പ്രദർശിപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു കുറ്റം ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഈ ക്ലാസ് കേട്ടിട്ട് ഈ സെമിനാർ കഴിഞ്ഞ് പോകുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അത് പാലിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വീഴ്ച വരുത്തിയായിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ലൈസൻസ് മേശയിൽ വെച്ച് പൂട്ടിയാൽ പോരാ, അവിടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ എക്സിബിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഡോക്യുമെൻ്റ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും, അത് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. നേരത്തെ എന്തൊക്കെ ഡോക്യുമെൻ്റ് സ്ഥാപനത്തിൽ വേണമെന്ന് പറഞ്ഞത് ഒന്നുകൂടെ പറയണോ? പ്രധാനമായിട്ട് കുടിവെള്ളം പരിശോധിച്ച റിപ്പോർട്ട്, മെഡിക്കൽ ഫിറ്റ്നസ്, പിന്നെ ലൈസൻസ്, ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ, അതായത് പിഴയടിക്കാനോ അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധക്ക് പോലും കാരണം ഉണ്ടാകുന്നൊരു കാര്യമാണ് നമ്മുടെ ഫ്രീസർ. അടിസ്ഥാനപരമായിട്ട് വളരെ നല്ല രീതിയിൽ പരിപാലിക്കേണ്ട ഫ്രീസറിൽ രക്തം കട്ടപ്പിടിച്ച് കിടക്കുന്നുണ്ടാകും, അവശിഷ്ടങ്ങൾ നിറഞ്ഞ് വൃത്തിഹീനമായിട്ട് ക്രോസ് കണ്ടാമിനേഷൻ വരുന്ന രീതിയിൽ വെച്ചിരിക്കുന്നു എന്ന് പറയും. എന്താണ്? മസാല പുരട്ടിയ ഭക്ഷ്യവസ്തുക്കൾ, പച്ചമാംസം എല്ലാം കൂടെ ഒരു ഫ്രീസറിൽ ഒരു കൂരക്ക് കീഴിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് അണുക്കൾ മറ്റതിലേക്ക് കലരുന്ന അവസ്ഥ. ഫ്രിഡ്ജിലാണെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. നമ്മൾ ശരിയായി കഴുകാതെ ഫ്രീസറിനകത്തോ ഫ്രിഡ്ജിനകത്തോ വെക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ തൊട്ട് മുകളിൽ പച്ച ഇറച്ചി കൊണ്ടുവന്നപ്പോൾ പെട്ടെന്ന് എടുത്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് വാർന്ന് വീഴുന്നത് ഇതിൻ്റെ ബ്ലഡാണ്, അതിൽ നിറയെ അണുക്കളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടാമിനേഷൻ വരാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ, അതായത് ഫ്രീസറിൻ്റെ സൂക്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നോട്ടീസുകൾ കിട്ടാണ്ട്, അതിൽ ഒരെണ്ണമാണ് ഭക്ഷ്യ അവശിഷ്ടങ്ങളൊക്കെ നിറഞ്ഞ് പ്രോപ്പർ ക്ലീനിങ് ഇല്ലാത്ത ഫ്രീസർ. പിന്നീട് എന്താണ് ഇതിൻ്റെ ടെമ്പറേച്ചർ, ഫ്രീസറിൻ്റെ ഒരു കാര്യമാണ്. ഫ്രോസൺ മീറ്റൊക്കെ -80 സൂക്ഷിക്കേണ്ടതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫ്രീസറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഈ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ജീവനക്കാരുടെ ചില ശുചിത്വ ശീലങ്ങളാണല്ലോ. നമുക്കറിയാം, ജീവനക്കാർ പലരും മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിലും കാലാവധിയുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ആണ്, പക്ഷേ അവരുടെ ശുചിത്വ ശീലങ്ങളൊന്നും ശരിയായിരിക്കില്ല. നഖം നീട്ടി വളർത്തി അണുക്കളെ ഭക്ഷണത്തിലൂടെ ആളുകൾക്ക് കൊടുക്കുന്ന അവസ്ഥയാവും അല്ലേ? അപ്പോൾ ശരിയായിട്ട് നഖം ട്രിം ചെയ്യണം. ശരീരഭാഗങ്ങൾ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിനിടയിൽ ചൊറിയുക, മാന്തുക, മൂക്ക് ചീറ്റുക, പിന്നെ മുറുക്കുക, ഇത്തരം ദുശീലങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്.
അപ്പം ജീവനക്കാരുടെ ശുചിത്വം മോശമാണെങ്കിലും ചിലപ്പം സ്ഥാപനത്തിന് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിലും ഇതിനുള്ള പെനാൽറ്റി കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ വേസ്റ്റ് ബിന്നിൻ്റെ കാര്യം. വേസ്റ്റ് ബിന്ന് പെഡൽ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള മിക്കവാറും സ്ഥാപിച്ചിട്ടുണ്ട്. വേസ്റ്റ് ബിന്ന് ഭക്ഷണ സാധനങ്ങൾക്ക് സമീപം തുറന്നു വെക്കുക, വേസ്റ്റ് കൂട്ടിയിടുക. ഇതിൻ്റെ പേരിൽ മിക്കവാറും സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് കിട്ടിയിട്ടുള്ളതായിരിക്കും. ഞാൻ ഓടിച്ചു പോകാം, സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. ഒടുവിൽ നിങ്ങൾക്ക് സംശയങ്ങൾക്ക് കൂടെ ഒരു സമയം തരാം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. പാലിൻ്റെ കാര്യത്തിലാണ് മിക്കവാറും വരുന്നത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാല് അല്ലെങ്കിൽ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ, ഇതിലൊക്കെ എക്സ്പയറി ഡേറ്റ് കമ്പൽസറി ആയിട്ട് നോക്കണം. സ്റ്റോർ റൂമിൻ്റെ കാര്യം, കീടനാശിനികൾ സൂക്ഷിക്കുന്ന കാര്യം, പിന്നെ ഈ മാവ് കുഴക്കുന്ന പ്രതലത്തോട് ചേർന്ന് ചുമരിൽ വേണ്ട രീതിയിൽ സംരക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിൽ, കണ്ടാമിനേഷൻ വരുന്നതിൻ്റെ പേരിൽ നോട്ടീസ് സ്ഥിരം ഉണ്ടാകുന്നൊരു കാര്യമാണ്. പിന്നെ ജീവനക്കാർ താമസിക്കുന്ന കിച്ചണിൽ തന്നെ ഇല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് ഡയറക്റ്റ് ഓപ്പണിങ്ങിൻ്റെ പേരിൽ നോട്ടീസ് കിട്ടാറുണ്ട്. പിന്നെയാണ് എഡിബിൾ ഐസ്. നമ്മുടെ അവിടെ സ്ഥാപനത്തിൽ പോർട്ടബിൾ വാട്ടർ വെച്ച് നിർമ്മിക്കുന്നതല്ലെങ്കിൽ അത് FSI ലൈസൻസ് ഉള്ള ഒരു സോഴ്സിൽ നിന്നാണ് വന്നതെന്നുള്ള ഉറപ്പ് വരുത്തേണ്ടി വരും. പിന്നെ കട്ടിംഗ് ബോർഡിൻ്റെ കാര്യങ്ങളിലും നോട്ടീസ് കിട്ടാറുണ്ട്. കാരണം മരപ്പലക, അതായത് ഈ എന്താ പറയേണ്ട, കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന പലകയിൽ വെച്ചിട്ട് പോലും കട്ട് ചെയ്യുന്ന ആദ്യഘട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ആണിയുടെ പീസ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ്. പിന്നെ ഈ മരപ്പലകയിൽ അതിന് കുറച്ച് സുഷിരങ്ങൾ, ഒരുപാട് സുഷിരങ്ങൾ കാണും. നമ്മൾ സാലഡിനുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിൽ കൂടെ അണുക്കൾ കടന്നു വരാനുണ്ട്. അപ്പോൾ അത് ശരിയായ രീതിയിൽ വൃത്തിയാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നല്ല കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അതൊരു കുറ്റമായിട്ട് കണ്ടെത്തുന്നുണ്ട്. പിന്നെ അതുപോലെയാണ് കിച്ചണിൽ ആവശ്യത്തിന് വെളിച്ചത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് അതിൽ വല്ല പ്രാണികളോ അന്യവസ്തുക്കളോ വന്ന് വീഴുന്നുണ്ടോ എന്ന് ശരിയായ രീതിയിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നതിന്, അല്ലേ, കണ്ടെത്തുന്നതിന് ഇത് അത്യാവശ്യമാണ്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചം വേണം, അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ സിന്തറ്റിക് കളറിൻ്റെ പേരിലും പലർക്കും അറിയാത്തൊരു കാര്യമാണ്. കളറ്, ബുഷിൻ്റെ കളറാണ്, FSI ലൈസൻസ് നമ്പർ ഉണ്ട്, ഇത് പ്രയോഗിച്ചാൽ എന്താ കുഴപ്പമില്ലല്ലോ എന്നുള്ള നിലക്ക് ഇതിൻ്റെ പേരിലും ഒരുപാട് പ്രശ്നം വരുന്നതാണ്. അപ്പോൾ ഹോട്ടൽ മേഖലയിൽ എനിക്ക് തോന്നുന്നു ക്രിമിനൽ കേസ് വന്നിട്ടുള്ളത് മുഴുവനും ഈ സിന്തറ്റിക് കളറ്, അത് ചേർക്കാൻ പാടില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ചേർക്കുന്നതിൻ്റെ പേരിൽ, ബിരിയാണിയിൽ, ചിക്കൻ വിഭവങ്ങൾ, കറികൾ, ഇതിലൊക്കെ സിന്തറ്റിക് കളർ പെർമിറ്റഡ് അല്ല. എന്നാൽ ഇതേ സിന്തറ്റിക് കളർ ബേക്കറി ഐറ്റത്തിൽ പെർമിറ്റഡ് ആവാം. പക്ഷെ നമ്മുടെ നിയമത്തിൽ ഈ സിന്തറ്റിക് കളർ പെർമിറ്റഡ് ആയ ഫുഡ് ഐറ്റത്തിൽ അല്ലാതെ ചേർത്ത് കഴിഞ്ഞാൽ അത് അൺസേഫായിട്ട് മാറുന്നു എന്നുള്ള അവസ്ഥയാണ്. അതായത് തടവ് ശിക്ഷ കിട്ടുന്ന അവസ്ഥയിലേക്കാണ് അത് പോകുന്നത്. ഒരുപാട് കേസുകൾ നിങ്ങൾ പലരും അഭിമുഖീകരിക്കുന്നുണ്ടാവുക സിന്തറ്റിക് കളർ ചേർത്ത ചിക്കൻ്റെ പേരിലാണ്. അപ്പോൾ അത് എന്ത് തന്നെയായാലും പാടില്ലാത്തതാണ്. കാശ്മീരി ചില്ലി പോലുള്ള മറ്റു നാച്ചുറൽ കളർ കൊടുക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കാനേ ഇതിൽ പറയാനുള്ളൂ. ബിരിയാണിയിലൊക്കെയാണ് മഞ്ഞൾ പോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചും പിന്നെ നാച്ചുറൽ കളേഴ്സ് ഇപ്പോൾ ലഭ്യമാണ്. പിന്നെ ഈ യൂട്യൂബിലും അതുപോലുള്ളൊക്കെ പ്രചരിക്കുന്ന നേരത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, പൊറോട്ടയുടെ മാവ് കുഴക്കുന്ന ആളുടെ വഴി എന്ന് പറഞ്ഞിട്ട് അയാൾ ഉപയോഗിക്കുന്ന തോർത്ത്, കുളിക്കാൻ പോകുന്ന തോർത്ത്, അത് ഉപയോഗിച്ചിട്ട് പൊതിയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും നിങ്ങളാരും ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഈ തുണികളൊക്കെ അത് കവർ ചെയ്യുക, മാവ് കവർ ചെയ്ത് വെക്കുന്ന തുണികളൊക്കെ നല്ല വൃത്തിയുള്ളതല്ലെങ്കിൽ അതൊരു അൺഹൈജീനിക് വേ ആണ്. അപ്പോൾ അത് അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എണ്ണപ്പലഹാരം നേരിട്ട് കൈകൊണ്ട് എടുത്തു കൊടുക്കുന്ന അവസ്ഥ, അതൊക്കെ കുറേ മാറിക്കഴിഞ്ഞു. ടോങ്കളൊക്കെ ഉപയോഗിക്കുന്നു, ഗ്ലൗസ് ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ട്. പിന്നെ നമ്മുടെ ആധുനിക രീതിയിലാണെങ്കിൽ ഇപ്പം പേയ്മെൻറ്റൊക്കെ ഗൂഗിൾ പേ വഴിയൊക്കെ ആയതുകൊണ്ട് പൈസ കൈകൊണ്ട് തൊടുന്ന ഒഴിവായിട്ടുണ്ടല്ലോ. ഒറ്റക്കൊരാൾ കച്ചവടം ചെയ്യുന്നതാണെങ്കിൽ നേരത്തെ ആണെങ്കിൽ പൈസ എടുത്തു കൊടുക്കുന്ന കൈകൊണ്ട് തന്നെ ഭക്ഷ്യസാധനം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു കുറ്റമായിട്ട് കാണുമായിരുന്നു. അപ്പോൾ ഈ പേയ്മെൻറ്റും അതുപോലുള്ള സംവിധാനമൊക്കെ വരുമ്പോൾ സേഫ് ഫുഡ് കൈകാര്യം അല്ലേ ആവാൻ വേണ്ടിയിട്ട് ഒരു തരത്തിൽ ഉപകരിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു കാര്യമാണ് പ്രിൻറ്റഡ് ന്യൂസ് പേപ്പറിൽ ഭക്ഷണ സാധനം സൂക്ഷിച്ചതിൻ്റെ പേരിലും പലർക്കും പിഴ കിട്ടിയിട്ടുണ്ടാവും. അറിയാലോ, അച്ചടി മഷി എന്ന് പറയുന്നത് അതിൻ്റെ ബോട്ടിൽ ഡേഞ്ചർ ചിഹ്നമൊക്കെ വെച്ചിട്ടുണ്ടാവും. ഈ ഒരു അച്ചടി മഷിയുള്ള പ്രിൻറ്റഡ് പേപ്പറിൽ എണ്ണ പലഹാരം വെക്കുമ്പോൾ അതിൽ അലിഞ്ഞു ചേർന്ന് ഉള്ളിലെത്തുകയാണ്. പെട്ടെന്നൊരു വയറിളക്കം ഒന്നും ഉണ്ടാകുന്നതിലൊക്കെ കൂടെ ദീർഘകാലത്തേക്ക് ക്യാൻസർ പോലുള്ള മാരക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണത്. പിന്നെയാണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, MSG, അജിനോമോട്ടോ എന്ന് പറയുന്നത് നിരോധിച്ച വസ്തുവല്ല. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ നേരത്തെ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് നിലവിലുണ്ട്. അതായത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചൊരു ഡിസ്പ്ലേ ബോർഡ് സ്ഥാപനത്തിലുണ്ടായിരിക്കണം. ഇത് ഗർഭിണികൾക്കും ശിശുക്കൾക്കും പാടില്ലാത്തതാണ്.
ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിലാണ് നിങ്ങൾ അജിനോമോട്ടോ, അതായത് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്, അതാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം, അത് ഉപയോഗിക്കുന്നുള്ളത് എന്ന് സംബന്ധിച്ചൊരു ബോർഡ് സ്ഥാപനത്തിൽ വെക്കണമെന്ന് നിർബന്ധമുണ്ട്. അതുപോലെ നിങ്ങളുടെ നിർബന്ധമായിട്ട് വെക്കാൻ നിയമം അനുശാസിക്കുന്ന ബോർഡുകളാണ് നിങ്ങളുടെ പ്രിപ്പയർഡ് ഫുഡ്, അത് ഏതൊക്കെയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതെന്നുള്ളതും ഏത് ഓയിലാണ് കുക്ക് ചെയ്തിരിക്കുന്നതെന്നും പ്രദർശിപ്പിക്കണമെന്നും നമ്മുടെ ലൈസൻസ് കണ്ടീഷനിൽ പ്രതിപാദിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ അതിൻ്റെ പേരിൽ നോട്ടീസ് എഴുതാറില്ല. പിന്നെ ഒരു കാര്യമാണ്, ഇപ്പോൾ അടുത്ത കാലത്തൊരു ഭേദഗതിയിലൊരു സർക്കുലറിലൂടെ തന്നെ കമ്പൽസറി ആക്കിയുള്ള കാര്യമാണ്, നമ്മൾ ബില്ല് കൊടുക്കുമല്ലോ, പലരും പാലിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അതായത് കസ്റ്റമേഴ്സിന് ബില്ല് കൊടുക്കുമ്പോൾ ആ ബില്ലിൽ FSSAIയുടെ ലൈസൻസ് നമ്പർ കമ്പൽസറിയാണ്. അത് ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ അത് ഏർപ്പെടുത്തണം. അതൊരു കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുന്നേ തൃശ്ശൂർ AGയുടെ ഓഡിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്നുള്ള ഒരു ചോദ്യം അവർ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇപ്പോഴും നടക്കുന്ന എല്ലാ അവയർനെസ് ക്ലാസ്സുകളിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നീട് അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള നിരോധന ഉത്തരവുകൾ, അത് ലംഘിച്ചു കഴിഞ്ഞാലും ഗുരുതര കുറ്റത്തിലേക്കാണ് പെടുന്നത്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, പ്രിപ്പയർഡ് ഫുഡ്, പാക്ക്ഡ് ഫുഡ് വിൽപ്പന നടത്തുമ്പം അതിൽ ടൈം ലാബലിംഗ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. നിങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകളും പാലിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഒരു പരിശോധന, ഈ ഒരു കാര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തന്നെ പ്രത്യേക സ്ക്വാഡുകൾ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കാറുണ്ട്. അതായത് പ്രിപ്പയർഡ് ഫുഡ് 2 മണിക്കൂറിനുള്ളിൽ നോർമൽ ടെമ്പറേച്ചറിൽ 2 അവേഴ്സിനുള്ളിൽ ഉപയോഗിക്കണം എന്നുള്ള നിലക്കാണ് എഴുതുന്നത്. അപ്പോൾ ആ ഒരു ടൈം എഴുതിയിരിക്കണം. നിങ്ങൾക്കറിയാം, ഈ റെഗുലേഷനിലൊക്കെ ഗ്രേവി ടൈപ്പ് ഫുഡിൻ്റെ കാര്യം റെഗുലേഷനിൽ നേരത്തെ എടുത്ത് പറയുന്നതാണ്. അതായത് ഗ്രേവി ടൈപ്പ് ഫുഡ് നോർമൽ ടെമ്പറേച്ചർ 2 മണിക്കൂറിൽ മാത്രമേ സുരക്ഷിതമായിട്ട് നിൽക്കുകയുള്ളൂ, അതിനുശേഷം സുരക്ഷിതമാവില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് നേരത്തെ അറിയാം. അപ്പോൾ സംസ്ഥാന സർക്കാർ 1 വർഷത്തേക്കാണ് നിരോധന ഉത്തരവ് ഇറക്കുന്നത്. അത് വീണ്ടും ആവർത്തിച്ച് ഇറക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെയാണ് പച്ചമുട്ട ഉപയോഗിച്ചിട്ടുള്ള മയോണൈസിൻ്റെ നിർമ്മാണവും നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. പാസ്ചറൈസ് ചെയ്തതോ അല്ലെങ്കിലോ മറ്റ് വെജ് ബേസ്ഡ് ആയിട്ടുള്ള മയോണൈസൊക്കെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ. ഷവർമയായിട്ട് ബന്ധപ്പെട്ടിട്ട് കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വളരെ വിശദമായിട്ട് ഷവർമ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ പ്രതിപാദിച്ചിട്ട് ഉത്തരവ് ഇറക്കിയതാണ്. ഇതിലൊക്കെ നിങ്ങൾ പോസ്റ്റ് ട്രെയിനിങ്ങിലൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ കൂടുതൽ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പലരും ഉറങ്ങി തുടങ്ങും. അതുകൊണ്ട് നമുക്ക് ഈ സംശയങ്ങളും അതിൻ്റെ മറുപടിയായിട്ടുള്ളൊരു സെഷനിലേക്ക് കടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കാര്യങ്ങൾ പറയാൻ ശ്രദ്ധയപ്പെടുത്താൻ പറ്റും തോന്നുന്നു. വലിയൊരു ക്ലാസ്സൊന്നും എടുത്തിട്ടുള്ള പരിചയമില്ല, കുറച്ച് അനുഭവങ്ങൾ ഷെയർ ചെയ്യുക അത് ഉദ്ദേശിച്ചിട്ടാണ് വന്നത്. നമ്മളെ പ്രസൻറ്റേഷനും ഇതൊക്കെ വെച്ച് കുറച്ചും കൂടെ നിങ്ങളെ മനസ്സിൽ പതിയുന്ന രീതിയിൽ അവയർനെസ് ക്ലാസ്സുകളൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിനുള്ളൊരു വേദി ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും ജെന്യൂനായിട്ട് നമ്മൾക്ക്, അതായത് നിത്യജീവിതത്തിൽ നിത്യം ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ശ്രദ്ധയപ്പെടുത്തുക, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ചോദ്യോത്തര പരിപാടിയിലേക്ക് കിടക്കാമെന്നാണ് തോന്നുന്നത്. ഹലോ സാറ് വളരെ കൃത്യമായി തന്നെ ഒരു ഹോട്ടൽ വ്യാപാരം അല്ലെങ്കിൽ ഭക്ഷണ നിർമ്മാണ മേഖല ആരംഭിക്കുമ്പോൾ മുതൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിലവിലെ ഭേദഗതികൾ വരെ നമ്മളോട് വ്യക്തമായി വളരെ ചുരുക്കിക്കൊണ്ട് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഒരു ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഔദ്യോഗിക കാലഘട്ടം ആരംഭിച്ചതിന് ശേഷം പ്രവർത്തിച്ച ഏതൊരു സ്ഥലത്തും ഈ സംഘടനയുമായി വളരെ സഹകരിച്ചുകൊണ്ട് യാതൊരു സാഹചര്യത്തിലും ഒരു ഹോട്ടൽ ഉടമയെ ഏതൊരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിന് നിയമപരമായിട്ടുള്ള സാഹചര്യത്തിൽ നിലനിന്നുകൊണ്ട് ഹോട്ടൽ അടപ്പിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ മാനസിക പീഡനം അനുഭവിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനല്ല എന്നുള്ളത് തൃശ്ശൂരിൽ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോഴും അതിനു മുമ്പ് വർക്ക് ചെയ്തുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ വളരെ സവിസ്തരം വിശദീകരിച്ച നമ്മുടെ അസിസ്റ്റൻറ്റ് കമ്മീഷണർക്ക് KHRയുടെ നന്ദി അറിയിക്കുകയാണ് സാർ. താങ്ക് യു സാർ. ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ സാഹചര്യത്തിൽ ആനുകാലിക സാഹചര്യത്തിൽ ഒരുപാട് ആശങ്കകളുണ്ട്. നമുക്ക് ഇപ്പം ഞാൻ മൈക്ക് പുറത്തേക്ക് കൊടുത്താൽ സംശയങ്ങൾ കൊണ്ട് ഇവിടെ ഇന്ന് രാത്രി വരെ പരാതികളും അവസാനിക്കുകയില്ല. ഞങ്ങളുടെ സാഹചര്യം അങ്ങനെ ഉള്ളതാണ്. പക്ഷേ കൃത്യം 5 മണിക്ക് തന്നെ ഇവിടെ ബഹുമാന്യനായ റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ അവർകൾ പങ്കെടുക്കുന്ന ഒരു പൊതുയോഗം, ഈ സമ്മേളനത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള
യോഗം 4 മണിക്ക് ആരംഭിച്ച് 5 മണിയുടെ ഉള്ളിൽ തന്നെ മന്ത്രി വരുമെന്ന് പറഞ്ഞിട്ടുള്ളതിനാൽ വളരെ കൃത്യസമയത്ത് തന്നെ നമ്മൾക്കത് ആരംഭിക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളും നമ്മുടെ അംഗങ്ങളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സെമിനാറിൽ സാറ് വിശദീകരിച്ച സാഹചര്യങ്ങൾക്കൊപ്പം തന്നെ ഹോട്ടൽ വ്യാപാര മേഖലയിൽ ഇന്ന് ഏറ്റവും ആനുകാലികമായിട്ടുണ്ടായിട്ടുള്ള കുറച്ച് സംശയങ്ങൾ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എല്ലാവർക്കും വേണ്ടി ചോദിക്കുകയാണ്. അധ്യക്ഷൻ എന്നുള്ള നിലയിൽ സാറ് അതിന് മറുപടി പറയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിലവിൽ നമ്മൾ ലൈസൻസൊക്കെ എടുത്തു, വ്യാപാരം ചെയ്തു. ലൈസൻസ് കാലാവധി 5 വർഷത്തേക്ക് എടുത്തു, അല്ലെങ്കിൽ 2 വർഷത്തേക്ക് എടുത്തു. ഹോട്ടൽ ഉടമയുടെ വിചാരം ഇത് 5 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ കഴിഞ്ഞാൽ ഇനിയും കഴിഞ്ഞിട്ടില്ല, എനിക്ക് 2 കൊല്ലം കൂടിയുണ്ട്, അല്ലെങ്കിൽ അടുത്ത വർഷമേ കഴിയൂ എന്നുള്ള ചിന്തയിൽ അല്ലെങ്കിൽ ഓർമ്മയില്ലായ്മയിൽ വ്യാപാരത്തിൻ്റെ തിരക്കിനിടയിൽ ഇത് പോയി ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വന്ന് പരിശോധനയിൽ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാവും ദിവസം കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോഴേക്കും ഇത് കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ലൈസൻസ് പുതുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഭീകരമായിട്ടുള്ള ഫൈന്, പിഴയെ പറ്റി പറയുന്നത്. നിലവിലെ സാഹചര്യം, ലൈസൻസ് പുതുക്കാൻ മറന്നുപോയാൽ നിലവിലുള്ള സാഹചര്യം എന്താണ് സാർ എന്നൊന്ന് വിശദീകരിക്കാം. ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കാലാവധി കഴിഞ്ഞ് ശേഷവും നമ്മൾക്ക് റിന്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ പിന്നീട് ഒരു ഭേദഗതിയിലൂടെ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഒഫൻസ് അതിനിടയ്ക്ക് നടന്നു, അതായത് ലൈസൻസ് പുതുക്കാൻ വേണ്ടി കാലാവധി കഴിഞ്ഞ് 6 മാസം വരെ പെനാൽറ്റി അടിച്ചിട്ട് പുതുക്കാം. പക്ഷേ അതിന് മുന്നേ ഇപ്പോൾ ഹോട്ടൽ മേഖലയിൽ ആണെങ്കിൽ ഒരു ഒഫൻസ് നടന്നത് ലൈസൻസ് ഇല്ലാത്ത പീരീഡിലാണെങ്കിൽ അത് ഗുരുതര കുറ്റത്തിലാണ് ഉൾപ്പെടുന്നത്. പുതുക്കുമ്പം മുൻകാല പ്രാബല്യം കിട്ടില്ല. അതായത് നമ്മൾ ഇന്നലെ അതായത് 1-ാം തീയതി കാലാവധിയുള്ള ഒരു ലൈസൻസ് ആയിരുന്നു. 15-ാം തീയതി 20-ാം തീയതിയോ പുതുക്കുമ്പം പഴയ ലൈസൻസൊക്കെ വകവെച്ച് കിട്ടും. പക്ഷേ 15-ാം തീയതിയാണ് റിന്യൂവലിൻ്റെ ഫീസ് ഒരു കൊല്ലത്തേക്ക് അടച്ചു കഴിഞ്ഞാൽ ആ 15 തൊട്ടിട്ട് അടുത്ത വർഷം 14-ാം തീയതി വരെയാണ് കിട്ടുന്നത്. അപ്പം ഇത് നിലവിൽ ലൈസൻസ് എടുത്ത് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നതാണെങ്കിൽ അതൊരു സാധാരണഗതിയിൽ ഫുഡ് പോയ്സണിങ്ങോ അതുപോലുള്ള വിഷയങ്ങളൊന്നും പിഴ എത്രയാവുന്നതാണ് അറിയേണ്ടത്. അതാണ് പിഴ എത്തുന്നത്. ലൈസൻസ് ഇല്ലാത്ത ഒരു വകുപ്പ് തന്നെയാണ് അവർക്കും വരുന്നത്. അതായത് സെക്ഷൻ 63 എന്ന് പറയും. ലൈസൻസ് ഇല്ലാത്തൊരു വ്യാപാരം ചെയ്താൽ അർഹിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 10 ലക്ഷം വരെ എന്നുള്ളൊരു ശിക്ഷയാണ്. ഞാൻ പറയാം, ഇന്നേ വരെ ഞാൻ ഫുഡ് സേഫ്റ്റിയുടെ തുടക്കം മുതലുള്ളതാണ്, ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രം ഒരു മാക്സിമം ശിക്ഷ കൊടുത്ത ഒരവസ്ഥ എവിടെ ഉണ്ടായിട്ടില്ല. സാർ, ഞാൻ അതല്ല ചോദിച്ചത് ഇദ്ദേഹം പുതുക്കാൻ പോകുമ്പോൾ ആ കഴിഞ്ഞ പീരീഡിൽ ഒരു ദിവസത്തേക്ക് എത്ര രൂപ വെച്ച് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, പെനാൽറ്റി. അത് പറയുന്നത്, അതായത് ഒരു ദിവസ കണക്കല്ല. ആദ്യത്തെ 3 മാസം വരെ ലൈസൻസ് ഫീയുടെ 3 ഇരട്ടി, പിന്നീട് 3 മാസം മുതൽ അടുത്ത 5-6 മാസം വരെ. ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് സാർ പറയുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ദിവസം കഴിഞ്ഞാൽ പോലും, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു ദിവസത്തേക്ക് 100 രൂപ എന്നുള്ളതല്ല. അതായത് ലൈസൻസിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് അടുത്ത 3 മാസം വരെ 5 ഇരട്ടി, അതായത് 2000 രൂപ അടക്കേണ്ട ആൾ 3 ഇരട്ടി, അതായത് 6000 രൂപ പെനാൽറ്റി ഇനത്തിലും 2000 രൂപ ഒരു വർഷത്തും ചേർത്ത് 8000 രൂപ അടച്ചാൽ മാത്രമേ പിന്നീട് ഒരു കൊല്ലത്തേക്ക് കിട്ടും. സമയത്തിനുള്ളിൽ പുതുക്കിയിട്ടില്ലെങ്കിൽ 2000 അടക്കുന്നതിൻ്റെ ആൾ 8000 അടക്കേണ്ടി വരും. അതായത് 6000 എക്സ്ട്രാ ആദ്യത്തെ 3 മാസം. പിന്നീടുള്ള അടുത്ത 6 മാസം വരെ 5 ഇരട്ടി, 3 മുതൽ അടുത്തത് വരെ 5 ഇരട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ പുതുക്കാനും പറ്റില്ല. പിന്നീട് പുതിയ ലൈസൻസിന് അപേക്ഷിക്കുന്ന പോലെ അപേക്ഷ കൊടുത്ത് 2 മാസം വരെ പ്രോസസ്സിങ് ടൈം എടുക്കാനുള്ള ഓരോ കാര്യങ്ങൾ, പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യപ്പെടാം. ബിൽഡിങ്ങിൽ കൺസ്ട്രക്ഷൻ വേണമെങ്കിൽ ചിലപ്പം പ്രീ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് സജസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 6 മാസം മുന്നേ തന്നെ പുതുക്കേണ്ട അവസരമുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. ഈ ടൈമിനുള്ളിൽ പുതുക്കാൻ വിട്ടുപോയവർക്ക് നേരത്തെ ആണെങ്കിൽ ആ ഒരു അവസരം ഉണ്ടായിരുന്നില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു. തീർച്ചയായിട്ടും സാർ, ഈ വിഷയത്തിൽ അമിതമായിട്ടുള്ള ഈ ഫൈന് കുറയ്ക്കുന്നതിന് വേണ്ടി ഫുഡ് സേഫ്റ്റി ഓഫ് ഇന്ത്യയിൽ നമ്മൾ നിവേദനം നൽകിയിട്ടുണ്ട്. അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എങ്കിലും നിലവിലെ നിയമപ്രകാരം ഇത്തരം ഫൈൻ ചുമത്തേണ്ട ഒരു ബാധ്യത ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ളത് കൊണ്ട് എല്ലാവരും ഫൈൻ ആവുന്നതിന് മുമ്പ്, അതായത് കാലാവധി കഴിയുന്നതിന് വളരെ മുമ്പ് തന്നെ നമ്മുടെ ലൈസൻസുകൾ പുതുക്കി, നിർബന്ധപൂർവ്വം പുതുക്കണം, ശ്രദ്ധയോടുകൂടി പുതുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായി സാർ, നമ്മൾ പാർസൽ ഭക്ഷണം നൽകുമ്പോൾ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രത്യേക സ്ക്വാഡ് പാർസൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരിശോധനയ്ക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട് എന്നുള്ളത്.
അപ്പോൾ എന്താണ് പ്രധാനമായും നമ്മളതിൽ സ്റ്റിക്കറായാലും കവറായാലും അല്ലെങ്കിൽ അതിലെ ഉപഭോക്താവിന് നൽകേണ്ട സന്ദേശം എന്താണ് എന്നുള്ളത് ഒന്ന് ചുരുക്കി പറയാമോ? ഇതൊരു നിരോധന ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് പ്രിപ്പയർഡ് ഫുഡ് ഐറ്റത്തിൻ്റെ പാർസലിൽ യൂസ്ഡ് ബൈ ടൈം, യൂസ് വിത്തിൻ 2 hours. 2 hours ആണ് നമ്മുടെ സേഫ് ആയിട്ടുള്ള പ്രിപ്പയർഡ് ഫുഡിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് ഉറപ്പ് പറയുന്നൊരു ടൈം. അപ്പോൾ അത് രേഖപ്പെടുത്തണം എന്നുള്ളത് കമ്പൽസറിയാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നൊരു ഗുണമുള്ള കാര്യം കൂടിയാണ്. കാരണം ആളുകൾ പലരും ഭക്ഷണത്തിനെ കുറിച്ച് പരാതി പറയുന്നത് വാങ്ങിച്ചു കൊണ്ടുപോയി മണിക്കൂറുകളൊക്കെ വെച്ചുകൊണ്ടിരുന്നു, എന്നിട്ട് ഒരു പാർട്ട് പിന്നീട് കഴിച്ചു, ബാക്കി പിന്നീട് കഴിച്ചു, അങ്ങനെ പല ഘട്ടങ്ങളായി ഇൻസ്റ്റാൾമെൻറ്റായി കഴിച്ച് അതായത് ഇതിൻ്റെ സേഫ് പീരീഡ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് കച്ചവടക്കാരനെ കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്ന പരാതികൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അപ്പം ഈയൊരു മാനദണ്ഡം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൂടെ ഒരു സേഫ്റ്റിക്ക് കൂടെ ഉപകരിക്കും. പിന്നീടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധ മൂലം മരണം ഉണ്ടാകുമ്പോൾ കോടതിയെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരും, അല്ലേ? നിങ്ങളുടെ മേഖലക്കും ഇതിൻ്റെ ഉത്തരവാദിത്തം വരുന്നുണ്ട്. അപ്പോൾ ഈ സേഫ് ഫുഡ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇതൊരു നല്ല മാർഗ്ഗമായിട്ട് കോടതിയും അംഗീകരിച്ച കാര്യമാണ്. അപ്പോൾ ഇത് പാലിക്കുന്നതിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ സേഫ്റ്റിക്കും ഫുഡ് പോയ്സണിങ് ഉണ്ടാകുന്ന തടയുന്നതിനും ഗുണം ചെയ്യും. കാരണം ഇങ്ങനൊരു സ്റ്റിക്കർ ഒട്ടിച്ച ഭക്ഷ്യവസ്തു വീട്ടിൽ വെച്ചിട്ട് രാത്രി ഫ്രീസറിൽ വെച്ചിട്ട് കഴിക്കാനോ അല്ലെങ്കിൽ ടൈം എടുത്ത് കഴിക്കാനോ ആളുകൾ തയ്യാറാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ബിസിനസ് ചെയ്യാനും ഞങ്ങളെ സംബന്ധിച്ചും നടപടികൾ എളുപ്പമാക്കാനോ, കാരണം ഈ ടൈം കഴിച്ചിട്ട് വന്നൊരു പരാതി ആ ഗൗരവത്തിലെടുത്താൽ മതി. ഉദ്യോഗസ്ഥന്മാർക്ക് ആ രീതിയിലുള്ള നിർദ്ദേശമാണ് കൊടുക്കുന്നത്. സർ, താങ്ക് യു സർ. അത് വളരെ നല്ല നിർദ്ദേശമാണ്. നമുക്ക് കൂടി അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം അത് ഒരുക്കും എന്ന് തന്നെയാണ് അദ്ദേഹം അതുമായി സൂചിപ്പിക്കുന്നത്. ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ് എടുക്കുമ്പോൾ അതിന് ടൈഫോയിഡ് വാക്സിൻ വേണമെന്ന് ഫുഡ് സേഫ്റ്റി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം അത് നിർബന്ധം പിടിക്കുന്നുണ്ടോ? മെഡിക്കൽ ഫിറ്റ്നസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കണ്ടീഷൻസ് ഓഫ് ലൈസൻസിൻ്റെ അകത്ത് ആണത് സൂചിപ്പിക്കുന്നത്. അതിൽ മെഡിക്കൽ പ്രാക്ടീഷണർ ഇഷ്യൂ ചെയ്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്നും ഇനോക്കുലേഷൻ എടുത്തിരിക്കണമെന്നും പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഫാക്ടറി നിങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഫാക്ടറിയുള്ള ജീവനക്കാർക്ക് നിർബന്ധമായിട്ടും വാക്സിനേഷൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരുടെ ഒരു ഡിസ്ക്രിപ്ഷന് വിട്ടുകൊടുക്കുകയാണ് പതിവ്. കാരണം ഓഫീസർമാർ സാധാരണഗതിയിൽ ഒരു പകർച്ചവ്യാധി ഉണ്ടായിട്ടൊരു നോട്ടിഫിക്കേഷൻ വരിക, അതായത് ജീവനക്കാർക്ക് മുഴുവൻ ഇനോക്കുലേഷൻ ഹെപ്പറ്റൈറ്റിസിനെതിരെ വാക്സിൻ എടുത്തിരിക്കണം എന്നൊക്കെ ചില മേഖലകളിലൊക്കെ ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ട്. അത്തരം കേസുകളിലൊഴികെ അത്തരം സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടക്കാറില്ല. മെഡിക്കൽ പ്രാക്ടീഷണർ നൽകിയ ഒരു വർഷത്തിനുള്ളിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ നിയമത്തിൽ എഴുതി വെച്ച കണ്ടീഷൻസിൻ്റെ അകത്ത് ഇനോക്കുലേഷൻ കുത്തിവയ്പ്പ് എടുത്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ മാത്രമാണ് കർശനമാക്കുന്നത്. നിങ്ങൾക്കറിയാം, നിയമത്തിൽ പല കാര്യങ്ങളും പറയാനുള്ളതിനകത്ത് ഒന്നാണ് നമ്മുടെ സ്ലോട്ടർ ഹൗസിൻ്റെ കാര്യമോ. നമ്മുടെ നാട്ടിൽ മാനദണ്ഡം പാലിച്ചിട്ട് സ്ലോട്ടർ ഹൗസ് നടത്താൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അതുപോലെ യൂസ്ഡ് ഓയിൽ, നമുക്ക് യൂസ്ഡ് ഓയിൽ വിൽക്കാൻ അനുവാദമില്ല. പക്ഷേ അതൊരു ഹെൽത്ത് ഇഷ്യൂ വരാത്തത് കൊണ്ട് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും കർശനമായിട്ട് നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാറില്ല. മസാലപ്പൊടികളുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. ലൂസ് ഐറ്റം വിൽക്കാൻ പാടില്ലാത്തൊരു ഐറ്റമാണ് മസാലപ്പൊടികളും എഡിബിൾ ഓയിലും ഒക്കെ. നിയമത്തിലുണ്ടെങ്കിൽ കൂടെ നമ്മുടെ ഒരു മൃദു സമീപനമാണ് അതിൽ സ്വീകരിക്കുന്ന. ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന ഘട്ടത്തിൽ, കാരണം ഒരു പകർച്ചവ്യാധിക്ക് വരുന്ന ഘട്ടത്തിൽ ഇനോക്കുലേഷന് നോട്ടീസ് തരാനും ഈ നിയമത്തിൽ പിൻബലത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഓഫീസർക്ക്. സാധാരണഗതി ചെയ്യേണ്ടി വരാറില്ല. സർ, താങ്ക് യു സർ. ഇതിൽ വേറൊരു ഇപ്പോൾ പ്രമാദമായിട്ടുള്ളൊരു കാര്യം എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്, പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോളിയോയും വാക്സിനേഷനുകളൊക്കെ കൊടുക്കുകയും അതോടൊപ്പം തന്നെ പരിശോധനകൾ, ഡോക്ടർ പരിശോധന നടത്തുകയും ചെയ്യുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ ഒരുമിച്ച് ഹോട്ടലുകളിലേക്ക് കയറി ഹോട്ടലുകളിൽ പരിശോധന നടത്തുക, രേഖകൾ പരിശോധിക്കുക, വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, ഹെൽത്ത് കാർഡ് എടുത്തു കൊണ്ടുപോവുക, ഭക്ഷണ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോവുക ഒക്കെ ചെയ്യുന്നുണ്ട്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിനല്ലാതെ ഭക്ഷണം ഇങ്ങനെ എടുത്തു കൊണ്ടുപോകാൻ ഇപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ടുള്ള നിയമങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുമാണ് ഇത്രയും കാലമായിട്ട് എടുത്തു കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ പുതുതായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരും നഴ്സുമാരും
പ്യൂണും കമ്പൗണ്ടറും ഒക്കെ വന്ന ഗ്രൂപ്പായിട്ട് വന്നിട്ട് പരിശോധന നടത്തിയിട്ട് നോട്ടീസ് കൊടുക്കുക, എടുത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമാണ്. എങ്ങനെയാണ് ഞങ്ങൾ ഈ സാഹചര്യം തരണം ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എന്താണ് നിയമപരമായി ഇത്തരത്തിലുള്ള സാഹചര്യം, ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് അവർ വരാനുണ്ടായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി സാർ ഒന്ന് വിശദീകരിക്കുമോ? ഈ ഒരു വിഷയം കുറച്ചൊരു വിവാദം കൂടെ ആവാനുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു വകുപ്പിലെ ഉദ്യോഗസ്ഥൻ മറ്റൊരു വകുപ്പിൻ്റെ അധികാരത്തെക്കുറിച്ചിട്ട് ചോദ്യരൂപത്തിൽ അതായത് അതിൽ സംശയം പ്രകടിപ്പിക്കുമ്പോൾ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ ഒരു വിഷയം ഞങ്ങൾ കോഴിക്കോടുള്ള സമയത്ത് സൂണഞ്ചിയൊക്കെ ഉള്ള സമയത്ത് കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യോഗം വിളിച്ചപ്പോൾ ഞാനതിൽ പ്രസൻറ്റ് ചെയ്തൊരു പോയിൻ്റ്, ഞങ്ങളുടെ ബിജു പ്രഭാകർ സാറ് നേരത്തെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ഒരു സ്പെസിഫിക് ഒരു ഉത്തരവ് തന്നെ ഇറക്കിയിരുന്നു. ഭക്ഷ്യസുരക്ഷാ നിയമം വന്നിരിക്കുന്നത് ഒരു സിംഗിൾ കൺട്രോള് ഫുഡ് മേഖല ഇൻഡസ്ട്രിയെ കൂടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പല പല ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് പകരം ഒരു വകുപ്പ് കൺട്രോൾ ചെയ്യുക, ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തിൽ ഇറങ്ങിയ നിയമമാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. ഭക്ഷ്യ വസ്തുക്കൾ നോക്കേണ്ട അധികാരം ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസർക്ക് മാത്രമാണെന്നും ഈ നഗരങ്ങളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് ഇത് പരിശോധിക്കേണ്ട അധികാരമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കമ്മീഷണർക്ക് ഉത്തരവ് ഇപ്പോഴും നിലവിലുണ്ട്. അത് റദ്ദായിട്ടില്ല എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ആമുഖമായിട്ട് പറയാനുള്ളത്. പക്ഷേ ഈ ഒരു വിഷയം ഞങ്ങളന്ന് പ്രശാന്ത് ES ആയിരുന്നു സാറിന് മുന്നിൽ ഈ പേപ്പർ കൊടുത്തപ്പം സാറ് പറഞ്ഞത്, അതായത് ഇത് നിങ്ങളുടെ കമ്മീഷണർ ഇറക്കിയ ഉത്തരവാണല്ലോ, നിങ്ങളുടെ വകുപ്പ് എന്നുള്ളതിന് ഉപരിയായിട്ട് നിയമവകുപ്പ് കൂടി ഇതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തട്ടെ എന്ന് ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അന്ന് സംഭവിച്ച കാര്യം ഞാൻ ഓർക്കുകയാണ്. സൂണഞ്ചി ഓർക്കുന്നറിയില്ല. ഒരു സ്ഥാപനം സാറേ, ഞാൻ ചോദിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഹെൽത്തിനെ പറ്റിയല്ല. ഇപ്പോൾ പുതിയതായി ഈ കുറച്ച് മാസങ്ങളായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഡോക്ടർ രോഗികളെ പരിശോധിക്കുന്ന സ്ഥലം, ആ സ്ഥലത്തുള്ള ആളുകളെ പറ്റിയിട്ടാണ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഏകീകൃത പൊതുജനാരോഗ്യ നിയമം വന്നിട്ടുണ്ട്. ആക്ട് മാത്രമാണ് വന്നത്, അതിൻ്റെ ചട്ടങ്ങൾ വന്നതായിട്ട് എനിക്കറിയില്ല. ആ ആക്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്യുന്ന ചില അധികാരങ്ങൾക്കൊക്കെ, അതായത് സാമ്പിളിങ്ങിന് ഒക്കെ ചില കാര്യങ്ങൾ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് വേഗമാണ്. അവർ പരിശോധിക്കാൻ എവിടെ കൊടുക്കും? കാരണം നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിലാണെങ്കിൽ അതിനെക്കുറിച്ച് വളരെ ഓരോ സ്റ്റെപ്പും പറയുന്നുണ്ട്. ഏത് ഉദ്യോഗസ്ഥന് അധികാരം, ഏത് ലാബിൽ പരിശോധിക്കും, അതിന് കച്ചവടക്കാർക്ക് കിട്ടേണ്ട നാച്ചുറൽ ജസ്റ്റിസ് ഉണ്ടല്ലോ, ഒരു സാമ്പിളിംഗ് പ്രൊസീജിയർ, ഫസ്റ്റ് സാമ്പിൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്തത് പരിശോധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊന്നും പ്രതിപാദിക്കാത്ത ഒരു സ്കെലട്ടൻ പോലുള്ളൊരു കാര്യമാണ് ആക്ട് എന്ന് പറയുന്നത്. അതിൽ ഇവർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ഭക്ഷ്യസുരക്ഷ ബന്ധപ്പെട്ടിട്ട് നോക്കാൻ അധികാരമുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഞങ്ങളുടെ വകുപ്പിൻ്റെ നിയമമില്ലാത്ത കാരണം അതിലുണ്ടെന്നുള്ളൊരു സൂചനയാണ് കിട്ടുന്നത്. കാരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എത്രത്തോളം പരിശോധന തുടങ്ങിയെന്നറിയില്ല. പക്ഷേ ഈ ആക്ട് വിരുദ്ധമായിട്ട് മാറും. കോടതിയിൽ നിങ്ങളുടെ പോലുള്ള സംഘടനകൾ ചലഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു സെക്ഷനുകൾ ഉണ്ടെങ്കിൽ അത് കോഷ് ചെയ്യാൻ തന്നെയാണ് സാധ്യത എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു സാർ. താങ്ക് യു. തീർച്ചയായിട്ടും പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്. അതിന് വിരുദ്ധമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ ഇതിനെതിരെ വല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റാൻഡ് ചെയ്യില്ല. കാരണം പോലീസ് ആക്ടിൽ തന്നെ IPC-യിൽ തന്നെയുള്ള ഫുഡ് കൺട്രോൾ ചെയ്യേണ്ട ആ ഒരു സെക്ഷൻ ഹൈക്കോടതികളൊക്കെ പലതും അതിൻ്റെ പേരിൽ പോലീസ് കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ അധികാര പരിധിയിൽ പെടുന്നില്ല എന്ന് പറഞ്ഞ് തള്ളുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത് നടപ്പിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഫൈറ്റ് ചെയ്യണം. കാരണം ഒരു സെൻട്രൽ ആക്ടിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് എനിക്കത് കൂടുതൽ ഒരു വേദിയിൽ പറയുന്നതിൻ്റെ പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ സാർ, താങ്ക് യു. ഇപ്പോൾ ഇത് അല്ലാതെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സാറിന് തന്നെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൽ കയറി ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ കുറച്ച് പേർ ആശുപത്രിയിലാണ്, ഇത്ര രൂപ ചിലവായി, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എത്ര രൂപ തരും എന്ന് പറഞ്ഞ് നമ്മളുമായിട്ട് ബാർഗൻ, ഇത് കേൾക്കുന്ന ഞെട്ടുന്ന ഹോട്ടൽ ഉടമയായി ബാർഗെയിൻ ചെയ്യുക. ബാർഗെയിൻ ചെയ്തിട്ട് അയാൾ അതിന് വഴങ്ങിയില്ലെങ്കിൽ പരിശോധന നടത്താൻ വേണ്ടി പരാതി കൊടുക്കുമെന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുക. യഥാർത്ഥത്തിൽ ഇവർക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, ഭക്ഷണം തന്നെ കഴിച്ചിട്ടുണ്ടാവില്ല. ഫോണിലൂടെയുള്ള ഇത്തരം കാര്യങ്ങൾ, തട്ടിപ്പുകൾ ഒരുപാട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത്തരം പ്രചരണങ്ങളിലൊന്നും തന്നെ പുതുതായി ഒരുപാട് ചെറുപ്പക്കാർ ഉദ്യോഗസ്ഥന്മാർ ചാർജ് എടുത്തിട്ടുണ്ട്. അവരെക്കൂടൊക്കെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഏതെങ്കിലും തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ കേട്ടപടി ഫോൺ കിട്ടിയ ആ പടി ഹോട്ടലുകളിലേക്ക് ഓടിച്ചെന്ന് പരിശോധന നടത്തിയ ഹോട്ടൽ അടപ്പിക്കാനുള്ള ശ്രമങ്ങൾ യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന്
ശ്രദ്ധിക്കാതെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സാറൊന്ന് അഭിപ്രായം പറയണം. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഞാൻ എൻ്റെ ജില്ലയിലെ ഓഫീസർമാർക്ക് നിർദ്ദേശം കൊടുക്കാറുണ്ട്. പ്രതിമാസ അവലോകന യോഗങ്ങളിൽ തന്നെ പറയുന്ന കാര്യമാണ്, അനോണിമസ് ആയിട്ടുള്ള പേര് വെളിപ്പെടുത്താനൊക്കെ ഉദ്ദേശിക്കാത്ത ആളുകളുടെ പരാതികൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതില്ല. ഇത് സംബന്ധിച്ച് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട്, അനോണിമസ് കംപ്ലൈൻറ്റുകൾ അറ്റൻഡ് ചെയ്യേണ്ടതില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഫോൺ ചെയ്ത് തരുന്ന പരാതി അറ്റൻഡ് ചെയ്യാതിരിക്കാനും പറ്റില്ല. കാരണം നമ്മുടെ IT ആക്ട് വന്നതിന് ശേഷം റിട്ടേൺ ആയിട്ട് ഒരു പരാതി തരുന്നതിന് തുല്യമായിട്ടാണ് ഇലക്ട്രോണിക് മീഡിയയിൽ കൂടെ നമ്മൾ ടോൾ ഫ്രീ വഴി വരുന്നതാണ് ഒഫീഷ്യൽ CUGയിൽ വരുന്ന പരാതികളും സ്വന്തം നമ്പറിൽ നിന്ന് വിളിച്ച് അവർ പേര് വെളിപ്പെടുന്ന കേസിൽ അത് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാതിരിക്കാനും പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പോഴാണെങ്കിൽ പരാതികൾ രേഖപ്പെടുത്താൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പിന്നെ ഇതിൽ ഒരു പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ അവരുടെ മനസാക്ഷി പ്രയോഗിച്ചുകൊണ്ട് അനാവശ്യമായ പരാതികൾക്ക് നടപടി എടുക്കേണ്ടതില്ല എന്ന് തന്നെ നിർദ്ദേശം കൊടുക്കാറുണ്ട്. പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ മറ്റ് ചെറിയ ന്യൂനതകൾ ആ നോട്ടീസിൽ കാണിച്ച് വെറുതെ അനാവശ്യ പിഴ നോട്ടീസിലേക്ക് പോകണ്ട എന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. പരാതി ഉള്ളത് കൊണ്ട് മാത്രം അവിടെ ഒരു ചെറിയ ന്യൂനതകൾ കണ്ടു കഴിഞ്ഞാൽ പിഴയാവുന്ന നോട്ടീസിലേക്ക് മാറ്റേണ്ടതില്ല. അഥവാ എഴുതിയാലും ഞാൻ കോമ്പൗണ്ട് ചെയ്യുന്ന ഘട്ടത്തിൽ അതൊരിക്കലും പിഴക്ക് കണക്കാക്കാറില്ല. ഡോക്യുമെൻ്റൊക്കെ കറക്റ്റാണെങ്കിൽ പിഴ ശുപാർശ ചെയ്ത നോട്ടീസിലും പിഴ കൊടുക്കേണ്ടതില്ല, അതായത് കോമ്പൗണ്ട് ചെയ്യേണ്ടതില്ല എന്നുള്ള തീരുമാനം ഞാൻ എടുക്കാറുണ്ട്. അതിനൊന്നും ഭയപ്പാടില്ല. കാരണം നിയമത്തിൽ എവിടെ ബോധിപ്പിക്കേണ്ട വന്നു കഴിഞ്ഞാലും നിയമത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പരമാവധി ചെയ്യുക എന്നുള്ളൊരു പോളിസിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഞാൻ. താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ നിറഞ്ഞ ഒരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കണം. ഇത്രയും നേരം നമ്മളുമായി സംവദിച്ചു. ഈ വളരെ നല്ല രീതിയിൽ ഭക്ഷ്യസുരക്ഷയും ഹോട്ടലുകളും എന്ന സെമിനാറിൽ നിങ്ങൾ മനസ്സിൽ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങൾ തന്നെയായിരിക്കണം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാവാൻ വേണ്ടി ഈ ഏതാനും മിനിറ്റുകൾക്ക് പൂർണ്ണമാവും. നമ്മോട് ഇത്രയും നേരം ഇവിടെ ഔദ്യോഗിക തിരക്കിനിടയിൽ ഇവിടെ എത്തിച്ചേർന്ന് സംവദിച്ച ബഹുമാന്യായ സുജയൻ സാറിന് ആദരവ് നൽകിയാണ് KHRA സംസ്ഥാന കമ്മിറ്റിയുടെ ആദരവ് നൽകുന്നത്. ബഹുമാന്യനായ സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ ശ്രീ മൊയ്തീൻകുട്ടി ഹാജി അവർകളാണ്. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു.